കൂട്ടുകാരെ, ഹലോ കൂട്ടുകാരെ, ഹായ്. ആരെയും കാണുന്നില്ലല്ലോ. നമസ്കാരം നമസ്കാരം. ഇന്ന് ലൈവുമായി ഞാനും ജിഷുരാജും വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം. ആരുമില്ലല്ലോ. ശരിയാണല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. യെസ്, ഹലോ. ഒരാള് വന്നു. പവിത്ര ഉണ്ണി, ഹായ്. ഒരാള് വന്നു. അടുത്ത ആളെ കാത്തിരിക്കുന്നു ഞങ്ങള്. വരുന്നവരിവിടെ ഹാജരൊപ്പിടുക. എല്ലാവരും വന്നൊരു കമന്റ് ഇട്ടിട്ട് പോവുക. സ്വാഗതം സ്വാഗതം. അശ്വതി ശ്രീജിത്ത് ഒരു ഹായ് പറയുന്നുണ്ട്. ഹലോ അശ്വതി. നെക്സ്റ്റ് ഞങ്ങളിതേ കാത്തിരിക്കുകയാണ്. ആരെങ്കിലൊക്കെ ഉണ്ടോ എന്നുള്ളത്. എല്ലാവരും ഓടി വരൂ. പവിത്ര ഉണ്ണി ഓടിപ്പോയി ഗ്രൂപ്പിലൊക്കെ ലിങ്ക് കൊടുക്കാൻ പോയിരിക്കാൻ തോന്നുന്നു. എല്ലാവർക്കും ലിങ്ക് ഇടൂ. എല്ലാവരും വരട്ടെ. ഹായ് ഷിജു ജോബു. ഹലോ സുരേഷ്. ഹലോ സുരേഷ് വന്നല്ലോ എന്ന് പറയാ ജിഷു. ഓൾ ദി ബെസ്റ്റ് ഷിജു. താങ്ക് യു ജയശ്രീ ജോൺ. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മിസ് ചെയ്തു കേട്ടോ. ജയശ്രീ ഉണ്ടായില്ലല്ലോ. ഇല്ല, കണ്ടിട്ടില്ല. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അതാണ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ 12:02 ഞങ്ങളിതേ സിനിമ ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. മോളിവുഡിൽ തുടങ്ങി ഹോളിവുഡ്, ബോളിവുഡ്, കോളിവുഡ് ഒക്കെ തുടങ്ങാൻ പോകുന്നുള്ളൂ. എല്ലായിടത്തും നമ്മളൊന്ന് കറങ്ങി വരാൻ പോവാണ്. വിഷുവിന്റെ അതെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഇന്ന്. ഇത്തവണ നമുക്ക് പൊളിക്കണം. തീർച്ചയായിട്ടും പൊളിക്കും. ഇതേ ആരാണ്ടൊക്കെയോ തംസപ്പ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ തുടങ്ങിയാലോ? തുടങ്ങാറായോ? ആയിട്ടില്ല. ആളുകളൊക്കെ കൂടി തുടങ്ങിയോ? സ്ലോ കണക്ഷനാന്ന് കാണിക്കുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ വട്ടം ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇങ്ങനെ അത്യാവശ്യം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു പോയി. അവസാനം ഇതിൽ വന്നപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാനൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ തംബ്നെയിൽ കിടക്കുന്നുണ്ടിട്ട് ഹായ് വൈശാഖ് ജയ്. ഹലോ. ഞാനും ഇന്ന് ജിഷുവും കൂടെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും ക്വിസ് നടത്താൻ. ഇന്ന് പോയിന്റ് കൂട്ടാൻ ആളുണ്ടല്ലോ, അസിസ്റ്റന്റ് ഉണ്ട്. അതെ, പോയിന്റ് കൂട്ടാൻ എനിക്ക് അസിസ്റ്റന്റ് ഉണ്ടെന്ന്. ചെക്ക് ചെയ്യാം. ആരും ഹായ്. ശാല തോമസ് ഹായ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ തംബ്നെയിൽ വന്നതുണ്ടല്ലോ, നിങ്ങാണ്ടിരിക്കുന്ന ഒരു പടം. ഞാൻ ആകെ വിചാരിക്കുക, ഈശ്വര നെറ്റ് ഭയങ്കര സ്ലോ ആണ്, ഞാൻ എസ്കേപ്പ് ചെയ്യുന്നു. അയ്യോ, ഡോണ്ട് എസ്കേപ്പ് പ്ലീസ്. പതുക്കെ പറയല്ലേ, എല്ലാവരും കേൾക്കും. ഇവിടെ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ജിഷുരാജ്. ഹായ് ബ്രീസ നിഷാദ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ കലാദേവി ഹായ്, പ്രസന്ന പൊന്നമ്മ ഹായ്. അപ്പോൾ ഈ ശബ്ദം ഉണ്ടാക്കല്ലേ, ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചെയ്തിട്ട് വേറെ നല്ല പടങ്ങളൊന്നും വന്നില്ല. തംബ്നെയിലായിട്ട് വന്നത് ഞാനിങ്ങാണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നൊരു പടമാണ്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യവും എൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള വിചിത്രമായ പടങ്ങൾ മരിയാത്രീർ സഹായ് ആണ് നമ്മുടെ FB. വേഗം ചോദ്യം വന്നിട്ട് വേണം മുങ്ങാൻ. സിന്ധു അപ്പുക്കുട്ടൻ പൂവല്ലേ, എവിടെ ഇരിക്കുക? 1 മണിക്കൂർ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കട്ടെ. ആദ്യത്തെ ചോദ്യം
ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം 2025 മലയാളം മൂവി. ഫസ്റ്റ് ക്ലൂ 2025 മലയാളം മൂവിയാണ്. പിന്നെ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണിത്. ഓക്കെ, 2025 മലയാളം മൂവിയാണ്, പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. പിന്നെ അടുത്തത് ചോദിക്കട്ടെ, ഒരു കാര്യം ആദ്യമേ അനൗൺസ് ചെയ്യുന്നത് നന്നാവും. നമ്മളിടുന്ന ടെക്സ്റ്റ് ഡെലിവർ ആകുന്നത് നമ്മുടെ നെറ്റിന്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. നമ്മുടെ സ്ക്രീനിൽ എപ്പോൾ കാണുന്നു അനുസരിച്ചല്ല, അത് സെൻഡായി ഡെലിവർ ആകുമ്പോൾ മാത്രമേ മറ്റുള്ളവർ കാണൂ. ഓക്കെ, അത് ആദ്യം തന്നെ പറയുന്നു. എനിക്ക് വരുന്ന സ്പീഡ് അനുസരിച്ചിട്ടാണ്, എനിക്ക് ആദ്യം കാണുന്നത് അനുസരിച്ചിട്ടാണ് ഞാൻ പോയിന്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ 3 പേർക്കാണ് പോയിന്റുകൾ കൊടുക്കുക. ഓരോ പോയിന്റ് വീതം കൊടുക്കും കറക്റ്റ് ആൻസറിന്. അതുകൊണ്ട് ശ്രീരാം ചോദിക്കുകയാണ്. അപ്പോൾ അത് നേരത്തെ അനൗൺസ് ചെയ്യണം കേട്ടോ, നേരത്തെ പറയണം. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് 2025 മലയാളം മൂവിയാണ്. രണ്ടാമത്തെ പറയുന്നത് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറാണ്. അടുത്ത ആരൊക്കെയോ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ഒരു ഇത് തരട്ടെ, ക്ലൂ തരട്ടെ. അടുത്ത ക്ലൂ, ഡയറക്ടർ ഒരു മകന്റെ നടനാണ്. നടന്റെ മകനാണ്, സോറി. ഡയറക്ടർ ഒരു നടന്റെ മകനാണ്. ആരൊക്കെയോ ഉത്തരം പറയുന്നുണ്ട്. ഡയറക്ടർ ഒരു നടന്റെ മകനാണ്, റൈറ്ററും ഒരു നടന്റെ മകനാണ്. ഡയറക്ടർ ഒരു നടന്റെ മകനാണ്, റൈറ്ററും ഒരു നടന്റെ മകനാണ്. മകന്റെ നടൻ എന്നൊക്കെ ഞാൻ പറയുന്നത്, നടന്റെ മകനാണ്. ആരൊക്കെയോ ഉത്തരങ്ങള് മുഖ്യമന്ത്രി രാജിവെക്കണം വെക്കാട്ടോ. അപ്പോ എല്ലാവരും എമ്പുട്ടനോ അതാരാ 2025 മൂവിയാണ് കലാദേവി. ലൂസിഫർ 2019 ഇറങ്ങിയ മൂവിയാണ് കേട്ടോ. അപ്പൊ ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്ലൂ, ആക്ഷൻ ക്ലൂ കാണിച്ചു കൊടുത്തേ. ഈ ക്ലൂ തരാനിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ എമ്പുരാൻ. എമ്പുരാന്റെ പാട്ട് പാടി കൊടുത്തോ. നമ്മൾ പറഞ്ഞത് എമ്പുരാനാ, 2025 അല്ലേ. എമ്പുരാൻ L2 എമ്പുരാനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞവർക്ക് കൊടുക്കട്ടെ. ആദ്യം പറഞ്ഞത് സുരേഷാണ്. സുരേഷിന് ഒരു പോയിന്റ്. എമ്പുരാന്റെ പാട്ട് പാടി കൊടുത്തോപ്പോഴേക്കും അപ്പൊ താങ്ക് യു ഓൾ. അപ്പോ സുരേഷിന് ഒരു പോയിന്റ്, ഷാലറ്റ് തോമസിന് ഒരു പോയിന്റ്, ബ്രീസ നിഷാദിന് ഒരു പോയിന്റ്. താങ്ക് യു ഫോർ ഓൾ ദ ലവ്. പിന്നെ വൈശാഖ് ജയ് ആദ്യം പറഞ്ഞ നരിവേട്ടയാണ്, അതിന് പോയിന്റ് ഇല്ല കേട്ടോ. കഥ പറയുന്ന ഒരാൾ എമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പിന്നെ പവിത്ര ഉണ്ണി എമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. വൈശാഖ് അത് കഴിഞ്ഞ് L2 എമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. മരിയ തെരേസ എമ്പുട്ടൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കലാദേവി ലൂസിഫർ എന്ന് പറഞ്ഞു, അത് എമ്പുരാനാണ് കേട്ടോ, L2 ആണ് ഉദ്ദേശിച്ചത്. 2025 എന്ന് പറഞ്ഞല്ലോ. അശ്വതി ശ്രീജിത്ത് എമ്പുരാനാണ്. സിന്ധു അപ്പുക്കുട്ടൻ എമ്പുരാൻ പറഞ്ഞു. കലാദേവി എമ്പുരാൻ പറഞ്ഞു. മരിയ തെരേസ പിന്നെ എമ്പുരാനാക്കി. നരിവേട്ട പറഞ്ഞ മറ്റേ ജയശ്രീ. പിന്നെ എന്താണ്, ജയശ്രീ ജോൺ, അടിപൊളി പാട്ടാണെങ്കിൽ താങ്ക് യു. സെലീന സൈഫ് ഹായ്. അപ്പോ സുരേഷ്, ഷാലറ്റ് തോമസ്, ബ്രീസ നിഷാദ് എന്നിവർ സ്കോർ ബോർഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഓരോ പോയിന്റ് വീതം കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം 2015 മലയാളം മൂവി. 2015 ഇറങ്ങിയ ഒരു മലയാളം മൂവിയാണ്. ഓക്കെ,
അതൊരു കോമഡി. ജിഷു അടിപൊളി, താങ്ക് യു. അതൊരു കോമഡി ആക്ഷൻ മൂവിയായിരുന്നു. ഓക്കെ, കോമഡി ആക്ഷൻ 2015 ഇറങ്ങിയ കോമഡി ആക്ഷൻ മൂവി. ആൻഡ് അടുത്ത ക്ലൂ 2015 ഇറങ്ങിയ കോമഡി ആക്ഷൻ മൂവി. അതില് നായകന്റെ ജോലി വടംവലിയാണ്. നായകൻ വടംവലി നടത്തുന്ന ഒരാളാണ്. വടംവലിക്കൊക്കെ പോകുന്ന ഒരാളാണ്. വടംവലിക്ക് പോവുകയും വടംവലിക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരാളാണ്. ഉത്തരങ്ങൾ ആരെങ്കിലും അയക്കുന്നുണ്ടോ? നമുക്ക് കിട്ടുന്നില്ല കേട്ടോ, ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വടംവലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് നായകൻ. കോമഡി ആക്ഷൻ മൂവിയാണ്. പിന്നെ ആഹയുടെ കാര്യം എന്താണെന്നറിയോ? അത് കോമഡി ആക്ഷൻ അല്ല, കഥ പറയുന്ന ഒരാൾ. അടുത്തൊരു ക്ലൂ തരട്ടെ. ഒരുപാട് പേര് ക്ലൂസ് ആൻസേഴ്സ് പറയുന്നുണ്ട്. അടുത്ത ക്ലൂ ആണ്, നായകനെ എന്താ വിളിക്കുക? ഷാജിപ്പാപ്പൻ കുടുകുടുപ്പാപ്പൻ. ഒന്ന് പാട്ടുപാടി. ഷാജിപ്പാപ്പൻ കുടുപ്പാപ്പൻ നട്ടം ബോംബ് ഷാജിപ്പാപ്പൻ നട്ടം ബോംബ് ഷാജിപ്പാപ്പൻ ബോംബ് സലിക്കപ്പാപ്പൻ ബോട്ടം ബോംബ് ഷാജിപ്പാപ്പൻ നട്ടം ബോംബ് ഷാജിപ്പാപ്പൻ മുത്താണ് പാപ്പൻ സ്വത്താണ് ബാബ മുത്താണ് ബാബ സ്വത്താണ് ബാബ. ആഹാ, അടിപൊളി. അപ്പോ ആടാണ്. ആഹാ അല്ല, കഥ പറയുന്ന ഒരാൾ. ആടാണ് ഉത്തരം. ജയശ്രീ ജോൺ പറഞ്ഞിട്ടുണ്ട് ആട്. ജയശ്രീക്ക് 1 പോയിന്റ്. വീണ്ടും ആട് 2 എന്ന് പറഞ്ഞു. പക്ഷെ 2015 ഇറങ്ങിയതാണ്. ആട് 1 ആണ് കേട്ടോ ഉദ്ദേശിച്ച. ആടാണ്, ആട് 2 അല്ല കേട്ടോ. അപ്പോ ആട് 2 തരാൻ പറ്റില്ല. കഥ പറയുന്ന ഒരാൾ റഷീദ ഷംസു ആണ് പിന്നെ ആട് പറഞ്ഞിട്ടുള്ളത്. റഷീദയ്ക്ക് ആടിന് 1 പോയിന്റ്. മരിയ തെരേസ ആട് പറഞ്ഞു. മരിയ തെരേസയ്ക്കും 1 പോയിന്റ്. സുരേഷ് അട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ 4ാമതായി, അപ്പൊ പോയിന്റ് ഇല്ല. റഷീദ ഷംസൂന് ആട് പറഞ്ഞിട്ടുണ്ട്. ബ്രീസ നിഷാദ് ആട് പറഞ്ഞിട്ടുണ്ട്. ഷാലറ്റ് തോമസ് ആട് 2 പറഞ്ഞിട്ടുണ്ട്. ആടാണ് കേട്ടോ. ബിനോ മാത്യു ഹലോ ആട് പറഞ്ഞു. സെലീന സൈഫ് ആട് പറഞ്ഞു. ലിസി സിബി ആട് പറഞ്ഞു. കൃഷ്ണ മുല്ലപ്പള്ളി ആടൊരു ഭീകരജീവിയാണ് എന്ന് പറഞ്ഞു. കറക്റ്റാണ് കേട്ടോ. പവിത്ര ഉണ്ണി ആടൊരു ഭീകരജീവിയാണ്, അത് കറക്റ്റാണ്. അഡിയു 1 കലാദേവി അതെന്തോ ഒരു ടൈപ്പ് എറർ വന്നാണ്. ആട് 1 ആണ് ഉദ്ദേശം തോന്നുന്നു. ലിസി സിബി ആട് ജയസൂര്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. കലാദേവി ആട് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രീസ നിഷാദ് ആടേ എങ്ങനെ സാധിക്കുന്നടേ, അത് തന്നെ. ആട് ദേ അശ്വതി ശ്രീജിത്ത് വൈശാഖ് ജയ്യ്. അപ്പൊ ഞാനോന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോഴാ വന്നത് വൈശാഖേ. കണ്ടോ, വൈശാഖ് എന്നെ ആദ്യം ഈ മെസ്സേജ് ഇട്ടില്ലായിരുന്നു. അത് തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം. അത് തന്നെ എനിക്ക് വരുന്നതനുസരിച്ചിട്ടല്ലേ കിട്ടുള്ളൂ. വടി കൊടുത്ത് അടി വാങ്ങിയതുപോലെ ആയി വൈശാഖ് ജയ്. എന്തായാലും ജയശ്രീ, റഷീദ, മരിയ തെരേസ എന്നിവർക്ക് ഓരോ പോയിന്റുകൾ വീതം കിട്ടിയിട്ടുണ്ട്. മുത്താണി പാപ്പൻ സുത്താണി പാപ്പൻ. നെക്സ്റ്റ് മൂവിയിലേക്ക് കടക്കുകയാണ് ഞങ്ങള്. അടുത്ത മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1997 മലയാളം മൂവി. ഓക്കെ, 1997 ഇറങ്ങിയ ഒരു മലയാളം മൂവിയാണ്. ഇതേ പേരിലുള്ള ഒരു മൂവീസ് തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതേ പേരിലുള്ള മൂവി. ഈ പേരിന്റെ ഇവിളൈ അല്ലാതെ എന്ത്? അത് തന്നെ, അതാണ് ചോദിച്ചത്. അതെ കണ്ണുവിട്ടു. അത് തന്നെ. അപ്പോൾ 1997 ഇറങ്ങിയ മലയാളം മൂവിയാണ്. അടുത്ത ചോദ്യമാണ്. അതൊരു തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദിയിലൊക്കെ ഇതേ പേരിൽ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ റീമേക്ക് ഒന്നും അല്ല, പക്ഷെ ഇതേ പേരിൽ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മൂവിയായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ ഓസ്കാറിലേക്കുള്ള ഒഫീഷ്യൽ എൻട്രി ഫോർ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം കാറ്റഗറി. ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിമിനുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിരുന്നു. ഓസ്കാറിലേക്കുള്ള ഒഫീഷ്യൽ എൻട്രി ആയിരുന്നു. അതാണോ ദക്കാറാണോ ഒഫീഷ്യൽ എൻട്രി ആയിരുന്നത്? ഇന്ത്യയുടെ 97 ഇറങ്ങിയ ചന്ദ്രലേഖ. സത്യമായിട്ടും എന്താ പറയാ, ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി തന്നെയായിരുന്നു ചന്ദ്രലേഖ ഓസ്കാറിലേക്ക്. കാലാപാനി 1997 പറയുന്നത്.
അപ്പോൾ 1997 മൂവിയാണ്. പിന്നെ ഇതൊരു ഫാന്റസി ഡ്രാമ മൂവിയാണ്. നോമിനേറ്റ് ഒന്നും ആയില്ല കേട്ടോ. നമ്മുടെ ഒഫീഷ്യൽ എൻട്രി ആയിരുന്നു എന്ന് മാത്രം, നോമിനേറ്റ് ആയില്ല ഓസ്കാറിലേക്ക്. പിന്നെ ഇതൊരു ഫാന്റസി ഡ്രാമ മൂവിയാണ്. ഇതിലെ നായകന്റെ പേര് പലരും പറയുന്നുണ്ട്. ഇതിന്റെ നായകന്റെ പേര് രഘുരാമൻ എന്നാണ് നായകന്റെ പേര്. ഞാൻ പിൻവാങ്ങി പ്രതിഷേധിക്കുന്നു. എന്തേ? സ്ലം ഡോഗ് മില്യണയറോ മലയാളം മൂവി എന്ന് പറയുമ്പോഴോ? സ്ലം ഡോഗ് മില്യണയർ എന്ന് പറഞ്ഞിട്ട് തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലൊക്കെ പടമുണ്ടോ? ആദ്യത്തെ ക്ലൂവിൽ ഞാൻ ഉത്തരം തരാം. വൈശാഖ് ജി പറഞ്ഞു കേട്ടോ, ശരിയാണ്. വൈശാഖ് ജി പല പല ഉത്തരങ്ങളും പറഞ്ഞു. അതിലെന്നോട് നറുക്കിട്ടെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. വളരെ കറക്റ്റായിട്ടുള്ള ആൻസറാണ്. ഇലാമ പഴത്തിന്റെ കുരു വിഷമല്ല, ഗുരുവാണ് ഉത്തരം. ഗുരുവില് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ, അതിലെ റൈറ്റർ എൻ്റെ കൊലീഗായിരുന്നു കേട്ടോ. പക്ഷെ അദ്ദേഹത്തെ കണ്ടാലൊന്നും പറയില്ല ഇത്രയും വലിയൊരു മൂവി, ഇത്രയും എന്താ പറയുക ഡെപ്ത് ഉള്ളൊരു മൂവി എഴുതിയ ഒരാളാണെന്നൊന്നും പറയില്ല. തമാശ കളിച്ച് നടന്നിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം എൻ്റെ കൊലീഗായിരുന്നു. മെക്കാനിക്കലിലെ ഒരു സാറായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ വൈശാഖ് കാറ് പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രലേഖ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സുഹാന കാലാപ്പാനി പറഞ്ഞിട്ടുണ്ട്, സെഹലയാണ് ആദ്യമായിട്ട് ഗുരു പറഞ്ഞത്. അപ്പൊ സെഹലയ്ക്ക് കേൾക്കില്ല, അതാണ്. സെഹലയ്ക്ക് 1 പോയിന്റ് ഞാൻ തരുന്നു. പിന്നെ വൈശാഖ് ഗുരു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വൈശാഖിനെ 1 പോയിന്റ് തരുന്നു. വൈശാഖെ ആദ്യത്തെ കാലാപ്പാനിയൊക്കെ എടുക്കട്ടെ ഞാൻ, അല്ല ചന്ദ്രലേഖയൊക്കെ എടുക്കട്ടെ. റഷീദ ഷംസു കാലാപ്പാനി പറഞ്ഞു. കഥ പറയുന്ന ഒരാൾ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഥ പറയുന്ന ഒരാൾ, ആളുടെ പേരൊന്ന് പറയാമോ? കഥ പറയുന്ന ഒരാളുടെ, നമ്മളിൽ പലരും കഥ പറയുന്നവരാണ്. അതുകൊണ്ട് തന്നെ കഥ പറയുന്ന ഒരാൾ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പേര് പറയണേ. അപ്പോൾ ആളും ഗുരു പറഞ്ഞിട്ടുണ്ട്. കലാദേവി ഗുരു പറഞ്ഞു, കറക്റ്റാണ്. മരിയ തെരേസ കാലാപ്പാനി അല്ല. ഞാൻ പിൻവാങ്ങി പ്രതിഷേധിക്കല്ലേ സുരേഷ്, പൂവല്ലേ അവിടെ ഇരിക്കേ. ബ്രീസ നിഷാദ് സ്ലം ഡോഗ് മില്യണയർ പറഞ്ഞു, അല്ല അതല്ല. ഗുരു സലീന സൈഫ് പറഞ്ഞു, ശരിയാണ്. ആദ്യത്തെ ക്ലൂവിൽ തന്നെ ഉത്തരം തരാം. ഗുരു പവിത്ര ഉണ്ണി ഗുരു പറഞ്ഞു, ശരിയാണ്. ജയശ്രീ ഗുരു പറഞ്ഞു, ശാല തോമസ് ഗുരു പറഞ്ഞു, മരിയ തെരേസ ഗുരു പറഞ്ഞു, ബ്രീസ നിഷാദ് ഗുരു പറഞ്ഞു, അശ്വതി ശ്രീജിത്ത് ഗുരു പറഞ്ഞു. ദേവസംഗീതം നീയല്ലേ, അതെ 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 അത് തന്നെ അത് തന്നെ അത് തന്നെ. ഓരോ ക്ലൂ അല്ലേ തരുന്നത്, അപ്പൊ അതിനനുസരിച്ച് തരുന്നതല്ലേ. ഷെമി വൈശാഖിൽ കാറിൽ കയറി കാലാപ്പാനിക്ക് പോട്ടേന്ന്, അത് ശരിയാ. വിഷ്ണു എന്നാണ് നമ്മുടെ കഥ പറയുന്ന ആളുടെ പേര് കേട്ടോ. അപ്പൊ വിഷ്ണു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ടേ. സൈക്കിൾ പോരെ, അതെ അതെ. വൈശാഖിന് സൈക്കിൾ മതി, കാറൊന്നും വേണ്ട. ലോകത്ത് എല്ലായിടത്തും എത്താൻ സൈക്കിൾ മതി വൈശാഖിന്. അപ്പോ ഇപ്രാവശ്യം സെഹല, വൈശാഖ്, വിഷ്ണു എന്നിവര് ഓരോ പോയിന്റ് വീതം നേടിയിട്ടുണ്ട്. ബാംഗ്ലൂർ എവിടെ സ്ഥലം എന്നാ പറഞ്ഞത്? ജയശ്രീ സൈക്കിളിന് വരും, ഇന്ന് സൈക്കിളിന് ആൾക്കാർ വരും ജയശ്രീയുടെ വീട്ടിലേക്ക് ആളന്വേഷിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആൾക്കാര്. അപ്പൊ ഒരുപാട് പേര് ഇപ്പോ 3 ചോദ്യങ്ങൾ കഴിയുമ്പോഴേക്കും 9 പേര് സ്കോർ ബോർഡിൽ കയറി എന്നുള്ളതാണ്. ആർക്കും 2 പോയിന്റ് കിട്ടിയിട്ടില്ല, എല്ലാവർക്കും ഓരോ പോയിന്റുകൾ വീതമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ. അടുത്ത ചോദ്യം വീണ്ടും നമ്മൾ മോളിവുഡ് തന്നെ പിടിക്കണം കേട്ടോ. മിഥുനം, അയ്യോ സോറി, ഞാൻ അറിയാതെ ഉത്തരം പറഞ്ഞു. മിഥുനെന്ന് ഉത്തരം പറഞ്ഞു. ദാക്ഷായണി ബിസ്ക്കറ്റ് എന്നൊക്കെ പറയാൻ വന്നതാ. മിഥുനെന്ന് അറിയാതെ ഉത്തരം പറഞ്ഞു കേട്ടോ, സോറി. അടുത്ത ചോദ്യം ചോദിക്കാം. 2004 മലയാളം മൂവിയാണ്. സൈക്കിൾ യജ്ഞത്തിനാണോ? 2004 മലയാളം മൂവിയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോ അത് നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട്. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള മൂവിയാണ്. എന്തിന്? ബെസ്റ്റ് ഫിലിം ഓൺ അതർ സോഷ്യൽ ഇഷ്യൂസിന് കിട്ടിയിട്ടുള്ള നാഷണൽ അവാർഡ് കിട്ടിയ മൂവിയാണ്. 2004 ഇറങ്ങിയ മലയാള ചിത്രമാണ്. ഈ ചിത്രത്തില് 2 നായകന്മാരും 2 നായികമാരും ഉണ്ട്. ഒരു നായകൻ മറ്റേ നായകനെ കൊല്ലുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ്. ഒരു നായകൻ മറ്റേ നായകനെ കൊല്ലുന്നു. എന്തിനാണ് ഇത് ചെയ്യുന്ന കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഭയങ്കര ഒരു സങ്കടം വരുന്നൊരു മൂവിയാണ്. ഒരു നായകൻ മറ്റൊരു നായകനെ കൊല്ലുന്നു, അതാണ് ഈ കഥയുടെ ഇതിവൃത്തം. അപ്പോൾ ഇത് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഫിലിം ഓൺ അതർ സോഷ്യൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്.
അകലയിൽ ഒരു നായകൻ മറ്റൊരു നായകനെ കൊല്ലുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 2004 ഇറങ്ങിയ പടമാണ്. ഹിന്ദിയിൽ ഇത് റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഡോർ എന്ന് പറഞ്ഞിട്ടാണ്. DOR എന്നാണ് ഞാൻ കണ്ടത്. ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഇതിലിപ്പോ ശരി ഉത്തരം ആണോ എന്ന് ചോദിച്ചാൽ ശരി ഉത്തരങ്ങൾ വന്നു അല്ലെ. അകലെ അകലേക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബെസ്റ്റ് ഫിലിം ഫോർ അതർ സോഷ്യൽ ഇഷ്യൂസിന് പലരും പല തനിയാവർത്തനം 2004 ദൈവമേ, തനിയാവർത്തനം 2004 അല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് മുമ്പുള്ള കാര്യമാണ്. അപ്പൊ 2004 മലയാളം ചിത്രമാണ്. ഒരു നായകൻ മറ്റൊരു നായകനെ കൊല്ലുന്നതായിട്ടാണ് ചിത്രം വരുന്നത്. 2 നായകന് 2 നായികയും ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു ക്ലൂവും കൂടെ തരാം. ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. ഇതില് ശരിക്കും റിയൽ ലൈഫ് കപ്പിൾസ് ഉണ്ട്, പക്ഷെ അവർ ഇതിൽ റിയൽ ലൈഫ് കപ്പിൾസ് ആയിട്ടല്ല, ഒരു ഭാര്യയും ഭർത്താവും അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയിൽ. ഇപ്പൊ അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഈ ചിത്രത്തിൽ ഭാര്യയും ഭർത്താവും ആയിട്ടല്ല, പക്ഷെ അവർ രണ്ടുപേരും അഭിനയിക്കുന്നുണ്ട്. ഓക്കെ. ഹിന്ദിയിൽ ഈ സിനിമേനെ DOR ഡർ അല്ലാന്ന് തോന്നുന്നു. ഡോർ എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി ലേറ്റ് ആയി പോയി. ഹലോ മുർഷിദ, നാഷണൽ അവാർഡ് കിട്ടി, പക്ഷെ വേറെ കാറ്റഗറി ആണ്. ഓക്കെ, അകലെ അല്ലേ? അതെ. ഓക്കെ, അപ്പോ വൈശാഖ് ജയ്യാണോ ആദ്യം അകലെ പറഞ്ഞത്? അകലെയല്ല, പെരുമഴക്കാലമാണ് ഉത്തരം കേട്ടോ. രാവിൻ പെരുമഴക്കാലം. അപ്പൊ പവിത്ര ഉണ്ണി വീണ്ടും സ്കോർ ബോർഡിൽ കയറിയിരിക്കുകയാണ്. പവിത്ര ഉണ്ണിക്ക് 1 പോയിന്റ്. സലീന സൈഫ് അകലെയാണ് പറഞ്ഞത്. ഷാല തോമസ് അകലെയാണ് പറഞ്ഞത്. ബ്രീസയ്ക്ക് 2ാമത്തെ പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ആദ്യത്തെ ഇതിന് പോയിന്റ് ഉണ്ടായിരുന്നു. ഷാലറ്റിനും 2ാമത്തെ പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ. പിന്നെ മരിയ തെരേസ പെരുമഴക്കാലം പറഞ്ഞു. സെഹല പെരുമഴക്കാലം പറഞ്ഞു. റഷീദ പെരുമഴക്കാലം പറഞ്ഞു. സായന്ത് സാരംഗ് പെരുമഴക്കാലം പറഞ്ഞു. പെരുമഴക്കാലം ജസ്ന ജോസ്. അശ്വതി ശ്രീജിത്ത് അകലെയാണ് പറഞ്ഞത്, അതല്ല. ശ്രീകുമാരി തനിയാവർത്തനാണ് പറഞ്ഞത്, 2004 ചിത്രം എന്നല്ല. ഗീത പങ്കജ് പെരുമഴക്കാലം പറഞ്ഞു. ജയശ്രീ ജോർജ് പെരുമഴക്കാലം പറഞ്ഞു. വൈശാഖ് ജയ് പെരുമഴക്കാലം പറഞ്ഞു. കൃഷ്ണ മുല്ലപ്പള്ളി കിരീടമാണോ പറഞ്ഞത്? ഓക്കെ, 2004 ചിത്രം എന്നൊക്കെയല്ലേ പറഞ്ഞത്. പിന്നെ സുനിൽ കിഴക്കൂട്ട് പെരുമഴക്കാലം. സലീന സൈഫ് പെരുമഴക്കാലം. കലാദേവി പെരുമഴക്കാലം. ശ്രീകുമാരി പെരുമഴക്കാലം എന്നൊക്കെ ആയിപ്പോയിട്ടോ ടൈപ്പ് ചെയ്ത് വന്നപ്പോ. അടുത്ത ചോദ്യം എല്ലാവരുടെയും ആൻസർ വായിക്കട്ടെ. സുനിൽ കിഴക്കൂട്ട് പെരുമഴക്കാലം. മുർഷിദ പറയുന്നു ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. കുഴപ്പമില്ല, ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറഞ്ഞ പോലെ. നാഷണൽ അവാർഡ് കിട്ടി, പക്ഷെ വേറെ കാറ്റഗറി ആണ് അകലേക്ക്. ലിസി സിബി പെരുമഴക്കാലം. സാരമില്ല വാര്യരെ, ഞാനും വന്നിട്ടേ ഉള്ളൂ. നീതു കൃഷ്ണൻ ഹായ്, എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണ മുല്ലപ്പള്ളി പെരുമഴക്കാലം. R രാജ് പെരുമഴക്കാലം. അശ്വതി ശ്രീജിത്ത് പെരുമഴക്കാലം. ഇത്രയും ക്ലൂ പറഞ്ഞ് കുറെ ക്ലൂ കൊടുക്കുമ്പോഴാണ് എല്ലാവരും പറയുന്നത്. ആദ്യത്തെ ക്ലൂസിലൊന്നും 2-3 ക്ലൂ ഒക്കെ ആവുമ്പോഴാണ് പറയുന്നത്. ഞാൻ മാറ്റി പറഞ്ഞു. സെലീന സൈഫ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത ക്രിഞ്ച് അഭിനയമായിരുന്നു നായികയ്ക്ക്. ഓക്കെ. അപ്പോ പവിത്ര ഉണ്ണി, ബ്രീസ നിഷാദ്, ഷാല തോമസ് എന്നിവര് ഓരോ പോയിന്റുകൾ നേടിയിരിക്കുകയാണ് ഈ ചോദ്യത്തിന്. അടുത്ത ചോദ്യം ആയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് പതുക്കെ മോളിവുഡ് വിട്ട് പതുക്കെ അയൽ സംസ്ഥാനത്തേക്കൊന്ന് പോയാലോ? താല്പര്യമുണ്ടോ? ഒരു ചെറിയ തമിഴ് ചിത്രത്തിലേക്കൊന്ന് പോയി വന്നാലോ? ഓക്കെ, ഒരു തമിഴ് വെറുതെ അവിയല് പരിപതമാക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ചേന, ഒരിത്തിരി പൊട്ടറ്റോ, ഒരിത്തിരി ക്യാരറ്റൊക്കെ ഇടില്ലേ നമ്മള്, ഒരിത്തിരി പയറൊക്കെ ഇടുന്ന പോലെ. എന്നാ ഞാൻ പോണു. ബ്രീസ നിഷാദ് പോവല്ലേ? ഒരു തമിഴ് ചോദിക്കുള്ളൂ, ഒരൊറ്റ തമിഴ്. ഇല്ല തമിഴ് വേണ്ടേ? ഓക്കെ, നിങ്ങളാരും കേട്ടില്ലല്ലോ ഞങ്ങളുടെ സീക്രട്ട്.
പോകലാം ഉണ്ട് അയ്യോ പേടിക്കണ്ട നിങ്ങൾ ആരും പേടിക്കണ്ട. അപ്പോൾ നമ്മൾ വേഗം ഒരു തമിഴ് ഭയങ്കര ഈസി ആയിട്ടുള്ള തമിഴ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ അതിലേക്കൊന്ന് പോയി വരാം. 1991 ഇറങ്ങിയ ഒരു ഗാങ്സ്റ്റർ ഡ്രാമ ഫിലിമാണ്. ഓക്കെ അപ്പോൾ 1991 ഇറങ്ങിയ ഒരു ഗാങ്സ്റ്റർ ഡ്രാമ തമിഴ് ഫിലിം. ഓക്കെ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതില് മമ്മൂട്ടി ഉണ്ട്, അരവിന്ദ് സ്വാമി ഉണ്ട്, പക്ഷെ ഇവരൊന്നും അല്ല നായകൻ. ഓക്കെ, മമ്മൂട്ടി ഉണ്ട്, അരവിന്ദ് സ്വാമി ഉണ്ട്, പക്ഷെ ഇവർ രണ്ടുപേരും അല്ല നായകൻ വേറെയാണ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ അരവിന്ദ് സ്വാമിയുടെ ആദ്യത്തെ തേങ്ങ ഉടക്കി സ്വാമി പവിത്ര ഉണ്ണി വേഗം ഉത്തരം പറഞ്ഞേക്കൂ. അരവിന്ദ് സ്വാമിയുടെ ഫസ്റ്റ് മൂവിയാണ്, ഡെബ്യൂ മൂവിയാണത്. യെസ്, ഒരുപാട് പേര് ഉത്തരം പറഞ്ഞു. അമ്മാവേ നിനക്കാതെ ദളപതി രജനീകാന്ത്. യെസ് ദളപതി എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് സിനിമയുണ്ട്, സൂപ്പർ പടം, കാണേണ്ട ഒരു നല്ലൊരു രസമുള്ള ഒരു പടമാണ്. വില്ലൻ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്താണ്. വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ ഒന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവരും, വില്ലൻ ആരാണ്? ദളപതിയിൽ അങ്ങനെ ഒരു വില്ലൻ എന്ന് പറയാൻ, വില്ലനേക്കാളും ഇമ്പോർട്ടൻസ് ഇയാൾക്കാണ്, ഹീറോയ്ക്കാണ്. അപ്പൊ വൈശാഖിന് ഒരു പോയിന്റ് കൂടെ കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ 2 പോയിന്റ് ആയിട്ടുണ്ട്. കൃഷ്ണൻ മുല്ലപ്പള്ളിക്ക് ആദ്യത്തെ പോയിന്റാണ്. ആദ്യത്തെ പോയിന്റ്. മുർഷിദ തേങ്ങ ഉടയ്ക്കാനാ പറഞ്ഞിട്ടുള്ളത്. പവിത്ര ഉണ്ണി വേഗം ഉത്തരം പറഞ്ഞേക്കൂ. ജയശ്രീ ജോൺ പറഞ്ഞു ദളപതി. ജയശ്രീയുടെ 2ാമത്തെ പോയിന്റ് ആണ്. അപ്പൊ വൈശാഖ്, ജയശ്രീ എന്നിവര് 2ാമത്തെ പോയിന്റ് നേടി. കൃഷ്ണ മുല്ലപ്പള്ളി 1 പോയിന്റ് നേടിയിട്ട് ദളപതി അങ്ങനെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. പവിത്ര ഉണ്ണി ദളപതി പറഞ്ഞു, സെഹല ദളപതി പറഞ്ഞു, പിന്നെ ആരാ പറഞ്ഞത് ദളപതി നോക്കട്ടെ, ശ്രീകുമാരി ദളപതി പറഞ്ഞു, സെലീന സെയ്ഫ് ദളപതി, രജനീകാന്ത് പറഞ്ഞു, കഥ പറയുന്ന ഒരാൾ നമ്മുടെ വിഷ്ണു ദളപതി പറഞ്ഞു. ചോദ്യം കേൾക്കുന്നതിന് മുമ്പേ കമന്റിൽ ഉത്തരം വന്ന് തുടങ്ങി. ആ സ്ലോ കണക്ഷന്റെ പ്രശ്നമാണ് പർവി. മരിയ തെരേസ ദളപതി പറഞ്ഞു. പിന്നെ അശ്വതി ശ്രീജിത്ത് ദളപതി പറഞ്ഞു. സുനിൽ കിഴക്കൂട്ട് ദളപതി പറഞ്ഞു. പിന്നെ ശാല തോമസ് ദളപതി പറഞ്ഞു. റഷീദ ഷംസു ദളപതി പറഞ്ഞു. വൈശാഖ് ജി പറയാം വെച്ച കോയിന്റെ മണമൊന്നും ഇല്ലല്ലോ എന്ന്. അത് മുർഷിദയ്ക്ക് ഇട്ടിട്ടുള്ള ഒരു വെപ്പാണോ എന്നൊരു സംശയം. കലാദേവി ദളപതി പറഞ്ഞു. ബിനോ മാത്യു ദളപതി പറഞ്ഞു. ഗീത പങ്കജ് ദളപതി പറഞ്ഞു. ബ്രിസ നിഷാദ് ദളപതി പറഞ്ഞു. സായന്ത് സാരംഗ് ദളപതി പറഞ്ഞു. അങ്ങനെ വൈശാഖ് ജയ് ലൈവ് ഇട്ട് തുടങ്ങിയപ്പോൾ ഒരു കമന്റ് ഇട്ടുണ്ട്, എത്രയും വേഗം അത് പോയി നോക്കാൻ. ആ പാട്ട് അതിലല്ല അല്ലേ, അമ്മാവൻ എനിക്കത് അതിലല്ല അല്ലേ, ഒരു അമ്മയുടെ പാട്ട് ഉണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. സോറി, അത് പെട്ടുപോയതാ. ചോദ്യം വരുന്നതിന് മുമ്പ് ഉത്തരം വരുന്നു. അതെനിക്കും പണ്ട് വരാറുണ്ട് ഇങ്ങനെ. ആർ രാജ് ദളപതി. നീതു കൃഷ്ണൻ പറഞ്ഞു. വില്ലൻ മനോജ് കെ ജയനാണല്ലേ. ഓക്കെ, തമാശ പറഞ്ഞാണോ? അപ്പൊ വില്ലൻ അരവിന്ദ് സ്വാമി ആണോ എന്ന് ചോദിച്ചാൽ അരവിന്ദ് സ്വാമി എന്ന് പറയാൻ പറ്റില്ല, അതിനൊരു പാവമായിട്ടല്ലേ അരവിന്ദ് സ്വാമി. നായകനെ കൊല്ലുന്ന നായകനെ കൊല്ലുന്ന കള്ള ബ്യൂറോക്രാറ്റ് അങ്ങനെയും പറയാം. നായികയെയും തട്ടിയെടുത്തു. വില്ലൻ മനോജ് കെ ജയൻ. എന്തൊരു കഷ്ടമാണത്. ഉത്തരം അറിയുന്ന ചോദ്യം, നെറ്റ് എന്തോ ഡിലേ ഉണ്ട്. ചോദ്യം വരുന്നതിന് മുമ്പ് ഇവിടെ ഉത്തരം വരുന്നു, ചോദ്യം വരുന്നതിന് മുമ്പ് ഉത്തരം വരുന്നു. അതെ, വില്ലൻ അല്ലാതെ പിന്നെ എന്താ? കോഴിയെങ്കിൽ അത് ഞാൻ തന്നെ. പിന്നെന്താ, FB ലൈവ് പലപ്പോഴും ലാഗാണ്, നെറ്റ് സ്ട്രോങ് ആണെങ്കിലും. ഇവിടെ നെറ്റ് പ്രശ്നമാണ്. എല്ലാവരും ഓരോ 5 മിനിറ്റിലും ലൈവ് ക്ലോസ് ചെയ്ത് പുതിയതായി വീണ്ടും തുറക്കുക. അല്ലാതെങ്കിൽ വല്ലാതെ ലാഗ് വരും. ഓക്കെ, അങ്ങനെയൊക്കെ ആവാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ഗുരു കഴിഞ്ഞു, പെരുമഴക്കാലം കഴിഞ്ഞു, നമ്മുടെ ദളപതി കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ഓക്കെ, അടുത്ത ചോദ്യം. 2007 മലയാളം മൂവി. 2007 മലയാളം മൂവി, ആക്ഷൻ ത്രില്ലർ മൂവി.
ഫോർ ബ്രദേഴ്സ് എന്ന ഇംഗ്ലീഷ് മൂവിയുടെ മലയാള അഡാപ്റ്റേഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഗൂഢാലോചന നിർത്തി ചോദ്യം ചോദിക്കും സാമി. ഇനി കൊറിയൻ ആയിക്കോട്ടെ. കൊറിയൻ വേണോ? ആ, ഞാൻ കൊറിയൻ മൂവീസ് ഒന്നും അങ്ങനെ കാണാറില്ല. എനിക്ക് അതുകൊണ്ട് പടത്തിന് ഇപ്പോൾ കുറച്ച് കഥയൊക്കെ പറയാൻ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. നായികയുടെയൊക്കെ പേര് ചിങ് ചുങ് ചാങ് ഒന്നും പറയാനും അറിയില്ല. അപ്പൊ 2007 ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഫോർ ബ്രദേഴ്സ് എന്ന ഇംഗ്ലീഷ് മൂവിയുടെ ഉത്തരങ്ങൾ പറയുമെന്ന്. ആ, ഫോർ ബ്രദേഴ്സ് എന്ന് പറയുന്ന ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. വലിയേട്ടൻ അടിപൊളി. നല്ല ഉത്തരം ജയശ്രീ ജോൺ. ഫോർ ബ്രദേഴ്സിന്റെ മലയാള അഡാപ്റ്റേഷൻ ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. യെസ്, ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. പിന്നെ ഉത്തരങ്ങൾ വരുന്നു. ബിഗ് ബി അശ്വതി ശ്രീജിത്ത് വലിയേട്ടൻ പറയുന്നുണ്ട്. വലിയേട്ടൻ 2007 ഇറങ്ങിയ ചിത്രമാണോ എന്ന് സംശയമുണ്ട്. അതിന് മുമ്പാണ് ഇറങ്ങിയെന്ന് തോന്നുന്നു. ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ഫോർ ബ്രദേഴ്സ്. പിന്നെ ഇതിലെ നായിക ആദ്യം തന്നെ കൊല്ലപ്പെടുന്നു. അമ്മയാണ് നായിക. അമ്മയാണല്ലോ ഇതിൽ ഹീറോയിൻ. അമ്മ കൊല്ലപ്പെടുന്നു. വലിയേട്ടനല്ല. ആരേലും സ്ഥലം ചോദിച്ചാൽ ബാംഗ്ലൂരാണെന്ന് പറയരുത്. സഹോദരന്മാരുടെ സിനിമകളെല്ലാം പോരട്ടെ. ആ, സഹോദരന്മാരുടെ സിനിമ എല്ലാം വരൂ. വലിയേട്ടൻ ബിഗ് ബി ആണ് ഉത്തരം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഉത്തരം പറഞ്ഞിട്ടുള്ളത് പവിത്ര ഉണ്ണിയാണ്, 1 പോയിന്റ്. പിന്നെ ജയശ്രീ ജോൺ വലിയേട്ടൻ പറഞ്ഞതിന് ഉത്തരം ഇതില്ല, 1 പോയിന്റ് കുറച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സായന്ത് സാരംഗ് ബിഗ് ബി പറഞ്ഞിട്ടുണ്ട്. ബ്രീസ നിഷാദ് ബിഗ് ബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സായന്ത് സാരംഗ് അങ്ങനെ സ്കോർ ബോർഡിൽ കയറി, ഇടം പറ്റി. ബ്രീസ നിഷാദിന് 3ാമത്തെ പോയിന്റ് ആണ് കേട്ടോ അത്. പിന്നെ റഷീദ ഷംസു ബിഗ് ബി പറഞ്ഞിട്ടുണ്ട്. നീതു കൃഷ്ണൻ ബിഗ് ബി പറഞ്ഞിട്ടുണ്ട്. മുർഷിദ പിന്നെ ഉത്തരങ്ങൾ വരുന്നു. അശ്വതി ശ്രീജിത്ത് വലിയേട്ടൻ, സുനിൽ കഴക്കൂട്ട് ബിഗ് ബി, കൃഷ്ണ മുല്ലപ്പള്ളി ബിഗ് ബി. അല്ല, ഗോഡ്ഫാദർ 2007 മലയാള ചലച്ചിത്രം എന്നൊക്കെ പറഞ്ഞു. ഗോഡ്ഫാദർ അല്ല. വലിയേട്ടൻ ശ്രീകുമാരി അല്ല. വൈശാഖ് ജയ് ബിഗ് ബി പറഞ്ഞു. സെലീന സൈഫ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് പറഞ്ഞു. ആയിക്കോട്ടെ, ബിഗ് ബി ആണ് കേട്ടോ ഉത്തരം. ശാല തോമസ് ബിഗ് ബി പറഞ്ഞു. കലാദേവി ബിഗ് ബി പറഞ്ഞു. മരിയ തെരേസ ബിഗ് ബി പറഞ്ഞു. ഗീത പങ്കജ് വലിയേട്ടൻ പറഞ്ഞു. വലിയേട്ടൻ അല്ല, ബിഗ് ബി ആണ് ഉത്തരം. സെലീന സൈഫ് ബിഗ് ബി പറഞ്ഞു. രാജസ്ഥാനാണെന്ന് പറയാമോ? അവർ തമ്മിൽ അടിയടക്കുക അവിടെ. സിന്ധു ശശീന്ദ്രൻ ബിഗ് ബി പറഞ്ഞു. അനിത ജയപ്രകാശൻ ബിഗ് ബി പറഞ്ഞു. ഗീത പങ്കജ് ബിഗ് ബി പറഞ്ഞു. ബിഗ് ബി എന്ന് പറഞ്ഞാൽ വലിയേട്ടനാണല്ലോ. ഓഹോ, ആണോ? അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ആ, അത് ശരി. പക്ഷെ വലിയേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയും കൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് ഞാൻ പോയിന്റ് തന്നാൽ എന്നെ എല്ലാവരും കൂടി ഇട്ടിരിക്കും. എന്റെ നെറ്റ് ഇന്ന് പതിവിലും സ്ലോ ആണ്. ഓക്കെ, അത് ശരിയാ. അല്ലെങ്കിൽ വൈശാഖാണ് ആദ്യം ഉത്തരങ്ങൾ പെട്ടെന്ന് ആദ്യം വരാറുള്ളത്. വൈശാഖിന്റെ ആണ് പറഞ്ഞത് ശരിയാണ്. അപ്പോ എന്തായാലും ബിഗ് ബിയോടുകൂടി ആ ചോദ്യം അവസാനിച്ചു. അടുത്ത ഒരു ചോദ്യം നമുക്ക് വീണ്ടും മലയാളത്തിലേക്ക് വരണോ? ഒന്ന് ഹിന്ദിയിൽ പോയിട്ട് വരണോ? ബോളിവുഡ് അങ്ങ് പൊക്കോണം, തരൂല. എന്റെയും പവിത്രയുടെയും കൂടി പോയിന്റുകൾ കൂട്ടി അവസാനം പ്രഖ്യാപിക്കുന്നതാണ്. അല്ല, അടുത്തത് ഒരു ബോളിവുഡ് വേണോ ഹോളിവുഡ് വേണോ? ബോളിവുഡ് വേണോ ഹോളിവുഡ് വേണോ? വേഗം പറയൂ 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 പറയൂ. ബ്രീസ നിഷാദ്, ഇയാളെ ഒന്ന് ശരിയാക്കി കൊടുക്കണേ. ബ്രീസ ഇതൊരു വണ്ടിയുടെ പേരല്ലേ? അപ്പൊ നമുക്ക് ബോളിവുഡിലേക്ക് പോവാം അല്ലെ. അപ്പൊ ഒരു ഹിന്ദി മൂവിയാണ്. ബോളിവുഡ് എന്ന് പറഞ്ഞാലും ഇതൊരു പാരലൽ സിനിമ എന്നൊക്കെ രീതിയിൽ പറയാവുന്ന ഒരു ചിത്രമാണ്. 1987. അന്ന് നിങ്ങളിൽ പലരും ജനിച്ചിട്ടില്ല. ബോളി അയ്യോ, ബോളിയാണ്. ഹോളിവുഡ് വരട്ടെ, ഒരു മിനിറ്റ്. ബോളിയിലേക്ക് കടന്നിട്ട് നമ്മൾ ആദ്യം അയൽ സംസ്ഥാനത്തേക്ക് പോയി, പിന്നെ ബോളിവുഡ്, പിന്നെ ഹോളിവുഡ്. പതുക്കെ വെച്ചടി കയറാം. ഓക്കെ, അപ്പോ അടുത്തത് നമ്മൾ പോകുന്നത് ബോളിവുഡിലേക്കാണ്. അപ്പൊ ഇതൊരു 1987 റൊമാൻസ് മ്യൂസിക്കൽ മൂവിയാണ്. ഓക്കെ, റൊമാൻറ്റിക് മൂവിയാണ്. ഒരു മ്യൂസിക്കൽ മൂവിയാണെന്ന് പറയാം. 1987 ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബംഗാളി കഥയാണ്. ആദ്യം ബംഗാളില് അത് ദിൽസെ 1987. ഏത് ഫുഡാണേലും അറിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സോണിയ വന്നോട്ടെ പോന്നോട്ടെ, ഇത് ഭക്ഷണമല്ല ഷോലെ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ബംഗാളി കഥയാണ്. ജാദുഗൃഹ
ജാദുഗൃഹ എന്നാണ് ബംഗാളിയിൽ അതിൻ്റെ പേര്. അതേ പേരിൽ തന്നെ ദിൽസെ അല്ല, ആഷിക്കി അല്ല, 1987 മൂവിയാണ് ഇത്. പാരലൽ ആയിട്ടുള്ള സിനിമയാണ്. പാരലൽ സിനിമ എന്ന് പറഞ്ഞാലേ പണ്ട് ബോളിവുഡിൽ മെയിൻ സ്ട്രീം അല്ലാതെ കുറേയും കൂടെ ഇമോഷണലി ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവീസ് എടുത്തിരുന്ന ദേവദാസ് 1987 മുമ്പും ദേവദാസ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് ജാദുഗൃഹ എന്ന് പറയുന്ന ഒരു ബംഗാളി മൂവിയെ പോലത്തെ ഒരു മൂവിയാണ്. ഓക്കെ, അതിൻ്റെ അഡാപ്റ്റേഷനാണ്, ഹിന്ദി അഡാപ്റ്റേഷനാണ്. ബംഗാളിയിൽ ആദ്യം കഥ എഴുതി, എന്നിട്ട് ബംഗാളിയിൽ ഒരു സിനിമ എടുത്തു, അത് കഴിഞ്ഞിട്ട് ഒരു ഹിന്ദിയിലൊരു സിനിമ എടുത്തു. ഒരാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, വേറെ ഒരുപാട് പേര് ശരിയല്ലാത്ത ഉത്തരങ്ങൾ പറയുന്നുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട് ഉത്തരങ്ങളിൽ. അപ്പോൾ ഇതൊരു പിന്നെ പറയാനുള്ളത് ഇതിൽ നസറുദ്ദീൻ ഷാ, രേഖ, ഞാൻ പറഞ്ഞത് സെൻഡ് ആയി കിട്ടി ബോധിച്ചു. ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ ഹേ. ഞാൻ ജനിച്ചിട്ട് അന്ന് 2 കൊല്ലം ആയിട്ടുള്ളൂ. ഞാൻ അന്ന് കണ്ട പടം ഇറങ്ങി അന്ന് ഫസ്റ്റ് ഷോ പോയി കണ്ട പടം അന്ന് പോടെ. ഈ അടുത്ത ഞാൻ ഈ പടം കണ്ടത്. പക്ഷെ സൂപ്പർ പടം കേട്ടോ. നമ്മൾ ഇങ്ങനെ സൈലന്റ് ആയിട്ടുള്ള മൂവീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ലൊരു പടമാണ്. നസറുദ്ദീൻ ഷാ, രേഖ ഒക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. സമാധാൻ ഹോ ഗയ. ജയശ്രീ ജോൺ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നീതു കൃഷ്ണൻ. ഉംറാവ് ജാൻ ഒരു റൊമാൻറ്റിക് ബംഗാളി ചിത്രമാണോ? ബംഗാളില് ജാദുഗൃഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുടെ ഹിന്ദി അഡാപ്റ്റേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ജാദുഗൃഹ എന്നുള്ള ബംഗാളി മൂവിയുടെ ഹിന്ദി അഡാപ്റ്റേഷനാണ് ഈ മൂവി. നസറുദ്ദീൻ ഷാ, രേഖ എന്നിവരാണ് മെയിൻ ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഉത്തരം ദിൽസേ ഷോലയൊക്കെ വന്നു, അത് ഭക്ഷണമല്ല, ഇച്ചിരി പായസം. ദിൽസേ, ആഷിക്കി, വൈശാഖ് ജിയാണ് ഇജാസത്ത് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. ഇജാസത്ത് എന്നാണ് മൂവിയുടെ പേര് കേട്ടോ. ഇജാസത്ത് ബൈ വൈശാഖ് ജയ്. അപ്പൊ 3ാമത്തെ പോയിന്റ് നേടിയിരിക്കുകയാണ്. പിന്നെ ദേവദാസ്, ലഗാൻ, ദേവദാസ്, ഇജാസത്ത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഷാലറ്റ് തോമസ് ആണ്. പക്ഷെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആള് ശരിക്കും പറഞ്ഞു തോന്നുന്നു കേട്ടോ. സിന്ധു ശ്രീധരൻ, സിന്ധു ശശീന്ദ്രൻ ദേവദാസ് ആണ്. സലീന സൈഫ് ദേവദാസ് ആണ്. മരിയ തെരേസ ഇജാസത്ത് പറഞ്ഞു. ഷാലറ്റ് തോമസും ഇജാസത്ത് പറഞ്ഞു. അപ്പൊ മരിയ തോമസിക്ക് 2 പോയിന്റായി, ഷാലറ്റ് തോമസിന് 3ാമത്തെ പോയിന്റ് ആയിട്ടോ. മുർഷിദ, ഞാൻ ജനിക്കുന്നതിന് മുന്നുള്ള കാര്യങ്ങൾ പറയല്ലേ. ജയശ്രീ ലിജാസത്ത് എന്നാണ് പറഞ്ഞത്, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ഇജാസത്താണ്. വൈശാഖ് ജയ് സമാധാൻ ഹോ ഗയ. നല്ലോണം സമാധാൻ ഹോ ഗയ. നീതു കൃഷ്ണൻ, നോക്കട്ടെ. നീതു കൃഷ്ണൻ ഇജാസത്ത് പറഞ്ഞിട്ടുണ്ട്. ഉംറാവ് ജാൻ പറഞ്ഞ കൃഷ്ണ മുല്ലപ്പള്ളിന്റെ ഇവിടെ ഇജാസത്താണ് ഉത്തരം കേട്ടോ. റഷീദ ഷംസു ഇജാസത്ത് പറഞ്ഞു. കലാദേവി ഉംറാവ് ജാൻ പറഞ്ഞു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ഷമിക്കൂ. ഇതാണോ ഈസി ക്വസ്റ്റ്യൻ? നമുക്ക് നോക്കാം. അടുത്ത ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം. ജയശ്രീ ജോൺ, ഞാനൊരു പോയിന്റ് എങ്കിലും വാങ്ങിയിട്ട് പോട്ടെ, ജനിക്കുമ്പോഴേ ഹിന്ദി അറിയാമായിരുന്നോ? അറിയില്ല. നല്ല ക്ലൂ. ബോളിയിലേക്ക് പോകണ്ട, വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പന ഇജാസത്ത് കണ്ടിട്ടില്ല തോന്നുന്നു, കാണാം, കണ്ടു നോക്കൂ, കുഴപ്പമില്ല, നല്ലൊരു മൂവിയാ ഇജാസത്ത്. ഇമാതിരി ചോദ്യങ്ങളാണെങ്കിൽ ഇതോടുകൂടി ബോളിവുഡ് മതി. അല്ല പിന്നെ പ്ലീസ് അടുത്ത ചോദ്യം ചോദിക്കുമോ? അപ്പൊ അടുത്തത് ബോളിവുഡ് വേണ്ടേ? ബോളിവുഡ് ഇപ്പൊ ഇത്ര പ്രശ്നമായ സ്ഥിതിക്ക് നമുക്കെന്നാ ഹോളിവുഡിലേക്ക് പോയാലോ? ഹോളിവുഡ് എൻ്റെ ഇത്ര എളുപ്പം പടങ്ങളില്ല. ഹോളിവുഡ് ഒരു ചിത്രം ചോദിക്കാം. ഇത് നമുക്ക് മലയാളീസിന് പെട്ടെന്ന് കണക്റ്റ് ആവുന്ന ഒരു ചിത്രമാണ്. ഓക്കെ, ഒരു ഹോളിവുഡ് മൂവിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. പക്ഷെ ഇത് ഏത് കൊല്ലം ഇറങ്ങിയ മൂവിയാണെന്ന് എനിക്കറിയില്ല. ഹോളിവുഡ് ചിത്രം. ഹോളിവുഡ്. ഇനി നമുക്ക് തുളു പിടിക്കാം. അയ്യോ, ഞാൻ തുളു ഫിലിംസ് ഒന്നും കാണാറില്ല, വൈശാഖ് ജയ്. അപ്പോൾ അടുത്ത ഹോളിവുഡാണ്. ഇതൊരു ഹോളിവുഡ് മൂവിയാണ്. ഇത് നമ്മുടെ ഇതിന്റെ ഹിന്ദി അഡാപ്റ്റേഷന്റെ പേര് ഹർ ദിൽ ജോ പ്യാർ കരേഗ എന്നാണ് ഇതിന്റെ ഹിന്ദി അഡാപ്റ്റേഷന്റെ പേര്. ഓക്കെ, ഇതില് ഈ മൂവിയില്
ഒരു നായകനുണ്ട്, 2 നായകന്മാരുണ്ട്, ഒരു നായികയുണ്ട്. ആദ്യത്തെ നായകൻ ആദ്യം തന്നെ ഒരു ബോധം പോയി കിടക്കും. പിന്നെ ഇതിന്റെ മലയാള ചലച്ചിത്രം, മലയാള അഡാപ്റ്റേഷനാണ് ചന്ദ്രലേഖ. മലയാള അഡാപ്റ്റേഷനാണ് ചന്ദ്രലേഖ. ചന്ദ്രലേഖയില് ചന്ദ്രയാണ് തല്ലി കിടക്കുന്നതെങ്കിൽ ഈ മൂവിയിൽ ഒരു മെയിൽ ക്യാരക്ടറാണ്. ഓക്കെ, ലീഡ് ക്യാരക്ടർ എന്ന് പറയാവുന്ന ഒരാളാണ് തല്ലി കിടക്കുന്നത്. അപ്പോ ഓരോരുത്തരായി ഉത്തരങ്ങൾ പറയട്ടെ. ഇംഗ്ലീഷ് മൂവിയാണ്. സാന്ദ്ര ബുള്ളോക്കാണ് നമ്മുടെ മോഹൻലാലിന്റെ കഥാപാത്രത്തെ അഭിനയിച്ചിട്ടുള്ളത്. സൂപ്പറായിട്ടുണ്ട്, നല്ലൊരു പടമാണ്. ഇതൊന്ന് കണ്ടു നോക്കണം. ചന്ദ്രലേഖയും നമുക്ക് ഇഷ്ടാവും, അതിൻ്റെതായ വഴിയിൽ ചന്ദ്രലേഖയും നമുക്ക് ഇഷ്ടാവും. ഈ മൂവി നമുക്ക് ഭയങ്കര ഇഷ്ടാവും കേട്ടോ. ചന്ദ്രലേഖയുടെ ഇംഗ്ലീഷ് മൂവി, ശരിക്കും ഒറിജിനൽ മൂവി ഇംഗ്ലീഷാണ്. അത് ഹിന്ദിയിലേക്കും ആദ്യം മലയാളത്തിൽ വന്നു, നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസിൽ മലയാളത്തിൽ വന്നു. പിന്നെ അത് പ്രിയദർശൻ തന്നെയാന്ന് തോന്നുന്നു ഹർദിൽ ജോ പ്യാർ കരേഗ എന്ന് പറഞ്ഞിട്ട് പ്രീതി സിന്റയുടെ പടമായിട്ട് എടുത്തിട്ടുണ്ട്. 2 പേര് ഉത്തരം വന്നിട്ടുണ്ട്. എനിക്ക് വേറെ ഉത്തരങ്ങളൊന്നും വന്നിട്ടില്ല. യെസ്. അപ്പോ വൈശാഖ് ജയ് വൈൽ യു ആർ സ്ലീപ്പിംഗ്, സെഹല യാസർ വൈൽ യു ആർ സ്ലീപ്പിംഗ്, ബിനോ മാത്യു വൈൽ യു ആർ സ്ലീപ്പിംഗ്, ശരിയാണ്. മരിയ തെരേസ വൈൽ യു ആർ സ്ലീപ്പിംഗ്. സയൻസ് ആരെങ്കിലും യു ആർ സ്ലീപ്പിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈൽ യു ആർ സ്ലീപ്പിംഗ് എന്നാണ് മൂവിയുടെ പേര് കേട്ടോ. ജയശ്രീ ജോൺ വൈൽ യു ആർ സ്ലീപ്പിംഗ്, ഷാലറ്റ് തോമസ് വൈൽ യു ആർ സ്ലീപ്പിംഗ്. എല്ലാവരും റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രലേഖ നല്ലൊരു ക്ലൂ ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ വൈശാഖ്, സെഹല, അതേപോലെ തന്നെ ബിനോ മാത്യു, ഇവർക്കാണ് ഓരോ പോയിന്റുകൾ വീതം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ സമയം 12:42. പ്രിയദർശന്റെ മെജോറിറ്റി സിനിമയും അഡാപ്റ്റേഷൻ തന്നെയാണ്, അത് സത്യമാണ് അല്ലെ. അപ്പോൾ നമുക്കൊന്ന് പോയിന്റ് നിലവാരം വായിക്കാം. വൈശാഖാണ് മുന്നിട്ട് നിൽക്കുന്നത് 4 പോയിന്റുകളോടുകൂടി. വൈശാഖ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ബ്രീസ, നിഷാദ്, ഷാലറ്റ് തോമസ് എന്നിവര് 3 പോയിന്റുകളോടുകൂടി തൊട്ടു പിറകിയുണ്ട്. ജയശ്രീ ജോൺ, മരിയ തെരേസ, സെഹല, പവിത്ര ഉണ്ണി എന്നിവർ 2 പോയിന്റുകളോടുകൂടി 3ാം സ്ഥാനത്തുണ്ട്. പിന്നെ ഓരോ പോയിന്റുകളുള്ളവര് സുരേഷ്, റഷീദ, വിഷ്ണു, കഥ പറയുമ്പോൾ വിഷ്ണു, സായന്ത്, സാരംഗ്, ബിനോ മാത്യു, കൃഷ്ണ മുല്ലപ്പള്ളി എന്നിവര് ഓരോ പോയിന്റുകൾ വീതം ആയിട്ട് തൊട്ടു പുറകെ ഉണ്ട്. ഓക്കെ, ലേറ്റായി പോട്ടെ, സാരില്ല. ലേറ്റായി. വൈശാഖിനെ ആരോ വിളിക്കുന്നു, പോയി നോക്കി വരൂ. പോയി വരൂ. വളരെ സ്ലോ ആണ് നെറ്റ് എന്ന് പറഞ്ഞ ആൾക്കാണ് ഇപ്പൊ ഫസ്റ്റ്. എന്തൊക്കെയാ ഈ ലാഭത്ത് നടക്കുന്ന, എന്തുവാടേ ഇതാ. അപ്പൊ നമുക്കിനി വീണ്ടും എങ്ങോട്ട് പോണം? മലയാളം കുറച്ചൊന്ന് അന്യഭാഷയൊക്കെ പോയി വന്നപ്പോഴേക്കും ഭ്രാന്തായെങ്കിൽ നമുക്ക് മലയാളത്തിലേക്ക് തിരിച്ചു വരാം. മലയാളത്തിലെ ഒരു ചിത്രമാണ് 1993 ഇറങ്ങിയ ഒരു മലയാള ചലച്ചിത്രം. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ കണ്ടു. ശരി. മലയാളത്തില് 1993 ഇറങ്ങിയ ഒരു ചിത്രം. അതൊരു സൈക്കോളജിക്കൽ ഹൊറർ മിസ്റ്ററി മൂവിയാണ്. മിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ പറയാം. ഓക്കെ, സൈക്കോളജിക്കൽ ഹൊറർ മിസ്റ്ററി ത്രില്ലറാണ്. തൃപ്തിയായി. എന്തൊക്കെ ഈ കൊച്ചു ഫേസ്ബുക്കിൽ നടക്കുന്നത്. ബിനോ മാത്യുവിന് ആദ്യമായിട്ടാണോ പോയിന്റ് കിട്ടുന്നത്? സന്തോഷമായി എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പൊ സൈക്കോളജിക്കൽ ഹൊറർ മിസ്റ്ററി ത്രില്ലറാണ്. 1993 ഇറങ്ങിയതാണ്. ഈ ചിത്രം ഡിസ്കസ് ചെയ്യുന്നത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ, DID എന്ന് പറയുന്ന ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് ഈ ചലച്ചിത്രം ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചലച്ചിത്രത്തിന്റെ പ്രമേയം, ഇതിവൃത്തം എന്ന് പറയുന്നത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ആണ്. ഞാൻ വിചാരിച്ചു ഇതൊന്നും ഈ ക്ലൂവിലൊന്നും ആർക്കും കിട്ടൂല എന്ന് വിചാരിച്ചു. വൈശാഖ് ജയ് ഉള്ളടക്കം ആക്ച്വലി അതിൽ ആ കുട്ടിക്ക് വേറെ എന്തൊക്കെയോ ആണ്, സ്കീസോഫ്രീനിയോ ആ ഒരു ടൈപ്പ് ഡിപ്രഷൻ മൂത്തിട്ടുള്ള കേസാണ്. ഇത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, MPD ആണ് ഈ പെൺകൊച്ചിന്. ഓക്കെ, അപ്പൊ അതെ, ജയശ്രീ ജോൺ ആദ്യത്തെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. മണിച്ചിത്ര താഴാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ജയശ്രീ ജോണിന് 3 പോയിന്റ്.
മരിയ തെരേസയ്ക്ക് 3 പോയിന്റ്, 1 പോയിന്റ് കിട്ടിയിട്ടോ, 1 പോയിന്റ് കൂടെ കിട്ടി, അപ്പം 3 പോയിന്റായി മൊത്തം. ബ്രീസ ഉണ്ടായിരുന്നല്ലോ 4 പോയിന്റായി. ഇതേ നമ്മുടെ വൈശാഖിന്റെ ഒപ്പം എത്തിയിട്ടോ. അപ്പൊ ജയശ്രീ, മരിയ, ബ്രീസ എന്നിവർക്കാണ് കഴിയുന്നു. മണിച്ചിത്രത്താഴിന് പോയിന്റ് കിട്ടിയിട്ടുള്ളത്. വൈശാഖ് ജയ് ഉള്ളടക്കത്തിലേക്ക് പോയി, അല്ലെ അസുഖം മാറിപ്പോയി. കൃഷ്ണ മുല്ലപ്പള്ളി മണിച്ചിത്രത്താഴ്, സെഹല യാസർ മണിച്ചിത്രത്താഴ്, ബിനോ മാത്യു മണിച്ചിത്രത്താഴ്, കഥ പറയുന്നൊരാൾ മണിച്ചിത്രത്താഴ്, റഷീദ ഷംസു മണിച്ചിത്രത്താഴ്, സലീന സൈഫ് മണിച്ചിത്രത്താഴ്. വൈശാഖ് ജയ് മാറിപ്പോയി, ചോദ്യം കേട്ടില്ല. മണിച്ചിത്രത്താഴ്, കലാദേവി, ശാല തോമസ് മണിച്ചിത്രത്താഴ്, അനിത ജയപ്രകാശൻ മണിച്ചിത്രത്താഴ്, ശ്രീഹരി മണിച്ചിത്രത്താഴ്, സായന്ത് സാരംഗ് മണിച്ചിത്രത്താഴ്. PTSD ആണ് ഉള്ളടക്കം. PTSD ആണ് എന്ന് പറയാം. മറ്റേ ശ്രീജ അജിത്ത് മണിച്ചിത്രത്താഴ്, ജയശ്രീയെ പൂട്ടിയിടണം. പിന്നെയും പോയി എൻ്റെ ഒപ്പം നടക്കാൻ ആളായി. അതെ അതായി ആയിട്ടില്ല. ബ്രീസ ചിരിക്കുന്നു. 24 കാതം അയാൾക്ക് OCDയുടെ ഒരു ഇതാണ്. OCDയുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അയാൾക്ക്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ് 24 കാതം. നോർത്ത് 24 കാതം എന്ന് പറയുന്നത് ഡിസോസിയേറ്റീവ് പേഴ്സണാലിറ്റി. നല്ലോണം മൂക്കട്ടെ. 1993 അതെ 1993 24 കാതമൊന്നും ഇറങ്ങിയിട്ടില്ല. ഡിസോസിയേറ്റീവ് പേഴ്സണാലിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ മറ്റൊരാളായിട്ട് തോന്നുന്നു, മറ്റൊരാളായി മാറുന്നു അവര് ചില സമയങ്ങളിൽ എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിനെയാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മണിച്ചിത്രത്താഴാണ് 1993. ഓക്കെ, അപ്പോൾ ആ ചിത്രത്തോടു കൂടി നമ്മൾ വീണ്ടും മലയാളത്തിൽ തന്നെയല്ലേ, മലയാളം 2017 24 കാതം മലയാളത്തിലേക്ക് വരുന്നു. മലയാളം ഒരു എളുപ്പപ്പടം പറയട്ടെ, അതൊരു ഇംഗ്ലീഷ് പടത്തിലേക്ക് പോണോ? ചുമ്മാ പറഞ്ഞതാ. ബിനോ മാത്യു ചുമ്മാ പറഞ്ഞതാണ്. ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ ഹോളിവുഡ് വേണോ? ഹോളിവുഡ് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ നമ്മൾ. ചോദിച്ചോ വല്ലതും? വൈൽ യു ആർ സ്ലീപ്പിംഗ് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. ഒരെണ്ണം ചോദിച്ചിട്ടെ. ദ്വന്ദ്വ വ്യക്തിത്വം, അങ്ങനെയും പറയാം. ദ്വന്ദ്വം തന്നെ ആവണമെന്നില്ല. ഇപ്പം അന്യനിലൊക്കെ കുറേ ആളുകളായി മാറുന്നുണ്ടല്ലോ. അപര വ്യക്തിത്വമാണ്, മറ്റുള്ള ഒരാളായിട്ട് തോന്നുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇംഗ്ലീഷ് പടത്തിലേക്ക് പോയി വരാം. ഇംഗ്ലീഷ് ഇത് കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് സാധനം ക്ലിക്കാവും, ഇല്ലെങ്കിൽ എനിക്കറിയില്ല. മലയാളം മതിയോ? ഹോളിവുഡ് പോരട്ടെ എന്ന് പറയുന്നുണ്ട്. സെലീന സൈഫ് മലയാളം, പവിത്ര ഉണ്ണി ഹോളിവുഡ്. ഒരു ഹോളിവുഡ് കഴിഞ്ഞിട്ട് ഒരു മലയാളത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ അടുത്ത ഹോളിവുഡ് ചലച്ചിത്രമാണ് 1995 ഇറങ്ങിയ ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ് ഈ മൂവി. ഇതൊരു എന്താ പറയാ, ഭയങ്കര രസമുള്ളൊരു പടമാണ്, കണ്ടിരിക്കേണ്ട. രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. അതെ രണ്ടും ഓരോ പ്ലേറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഹോളിവുഡ് മൂവിയാണ്. 1995 ഇറങ്ങിയ ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ് മൂവി. എന്തു പറ്റി? അപ്പോൾ ഇത് ഒരു റോബർട്ട് ജെയിംസ് വോളർ എന്ന് പറയുന്ന ഒരാളുടെ ബെസ്റ്റ് സെല്ലിംഗ് നോവലിനെ അതേ പേരിൽ തന്നെ ചിത്രമാക്കിയതാണ്. ഓക്കെ, റോബർട്ട് ജെയിംസ് വോളറിന്റെ ഒരു നോവലിനെ അതേ പേരിൽ തന്നെ ചിത്രമാക്കിയതാണ്. ബിഫോർ സൺറൈസ് അല്ല. 1995 റൊമാൻറ്റിക് ഡ്രാമ, റോബർട്ട് ജെയിംസ് വോളറിന്റെ ബെസ്റ്റ് സെല്ലിംഗ് നോവലിനെ അതേ പേരിൽ തന്നെ ചലച്ചിത്രമാക്കിയതാണ്. ഇതിന്റെ ഇതിവൃത്തം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാഷണൽ ജോഗ്രഫിക്കിന്റെ ഒരു ഫോട്ടോഗ്രാഫർ ഒരു ആ ഭാഗത്തെ ബ്രിഡ്ജ് എന്നൊക്കെ കഥയിലും വരുന്നുണ്ട് കേട്ടോ. ബ്രിഡ്ജുകളുടെ ഫോട്ടോസ് എടുക്കാൻ വരുന്നുണ്ട്. ബിഫോർ സൺറൈസ് അല്ല. ബ്രിഡ്ജുകളുടെ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ഇയാൾ അവിടെ ഒരു ലേഡിയായിട്ട് പ്രണയത്തിലാവും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അഫെയർ ആണത്. പക്ഷെ അത് ലൈഫ് ലോങ് ഇവർക്ക് 2 പേർക്കും മറക്കാനാവാത്ത ഒരു സംഭവമായി അത് മാറും. അത് കഴിഞ്ഞിട്ട് ഇയാൾ അവസാനം മരിച്ചു കഴിയുമ്പോൾ ഇയാൾ പറയും, അതേ നാട്ടിൽ തന്നെയുള്ള റോസ്മാൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൽ നിന്ന് ഇയാളുടെ ആരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. ബിഫോർ സൺറൈസ് അല്ല കേട്ടോ, ബിഫോർ സൺറൈസ് അല്ല മൂവി. അപ്പോൾ അവസാനം ഇയാൾ പറയും, അയാളുടെ അവസാനത്തെ വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീമേഴ്സ് അല്ല,
മറ്റേ ഇയാളുടെ ചിതാഭസ്മം, നമ്മുടെ ഇവിടെയൊക്കെയാണല്ലോ ചിതാഭസ്മമൊക്കെ ഉള്ളത്, പക്ഷെ ഇത് അമേരിക്കയിലെ ചിതാഭസ്മം, ഇയാളുടെ ചിതാഭസ്മം റോസ്മാൻ ബ്രിഡ്ജിൽ നിന്ന് താഴോട്ട് എറിയണം എന്ന് പറയും. അപ്പോൾ അതേപോലെ തന്നെ ഈ സ്ത്രീയും, ഫ്രാൻസിസ്ക എന്നാണ് ഇവളുടെ പേര്, ഈ പുള്ളിക്കാരത്തി, അത് മെറിൽ സ്ട്രീപ്പാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെയും മെറിൽ സ്ട്രീപ്പിന്റെയും മൂവിയാണ്. അപ്പോൾ സ്പെല്ലിംഗ് ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഇതില് പാവങ്ങൾ എടുത്തോട്ടെ എന്ന് വൈശാഖ് ജയ് പറയാം. അപ്പൊ ഇതിന്റെ കഥ അതാണ്. അതായത് ഇവരും മരിച്ചു കഴിയുമ്പോൾ ഇവരുടെയും ആഗ്രഹമായിട്ട് പറയുന്നത് എന്റെ ആഷസും ഇതുപോലെ റോസ്മാൻ ബ്രിഡ്ജിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് എറിയണം എന്നാണ് പറയാം. അപ്പൊ അങ്ങനെ അവസാനം മക്കൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. മക്കൾ വിചാരിക്കും എന്തിനീ അമ്മയ്ക്ക് എന്താ വട്ടാണോ എന്ന് വിചാരിക്കും. അപ്പൊ അവസാനം അമ്മയുടെ ഡയറി കിടന്ന് നോക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു 4 day അഫെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയാ, വളരെ ഡീപ്പായിട്ടുള്ള ഒരു അഫെയർ ആയിരുന്നു എന്നുള്ളതും ഞങ്ങളുടെ ഓർത്തുകൊണ്ടാണ് അമ്മ അയാളുടെ കൂടെ പോവാതിരുന്നത് എന്നൊക്കെ അറിഞ്ഞ് അവരുടെ ആ ഒരു പാഷൻ ഫീൽ ചെയ്തിട്ട് ഈ വിശാല ഹൃദയനായ ആശൻ ക്ഷമിച്ചു, എനിക്ക് പാടാൻ സമയമായി, പോട്ടെ, പാടല്ലേ, പോവല്ലേ, ഒരു 10 മിനിറ്റ് കൂടി ഇരുന്നാൽ നമുക്കിത് തീർത്തിട്ട് പോവാം. അപ്പോൾ ബിനോ മാത്യു. അപ്പോൾ അങ്ങനെയാണ്, അതാണ് ആ മൂവിയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടിയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. കൗണ്ടിയാണേ, കൺട്രി അല്ല. ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി എന്നാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ ശ്രീഹരിയാണ് ആദ്യത്തെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ശ്രീഹരിക്ക് നമ്മുടെ സ്കോർ ബോർഡിൽ ഫസ്റ്റ് പോയിന്റ് ആണ്. സെഹല യാസർ ബിഫോർ സൺറൈസ് ആണ് പറഞ്ഞത്. ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി പവിത്ര ഉണ്ണി പറഞ്ഞുകൊണ്ട് 3ാമത്തെ പോയിന്റ് നേടിയിരിക്കുകയാണ്. വൈശാഖ് ജയ് സ്ക്രീമേഴ്സും ബിഫോർ സൺറൈസ് ഒക്കെ പറഞ്ഞു. അത് രണ്ടും ആയിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത്. ജയശ്രീ ജോൺ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി പറഞ്ഞു. ജയശ്രീ ജോണിന് 4ാമത്തെ പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഫൈസ് അങ്കിലത്ത് ബ്രിഡ്ജ് ഓഫ് മാഡിസൺ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി എന്നാണ് ഇതിന്റെ പേര് കേട്ടോ ഫിലിമിന്റെ. ഷാലറ്റ് തോമസ് ബ്രിഡ്ജ് ഓഫ് മാഡിസൺ കൗണ്ടി. ബ്രിഡ്ജ് ഓഫ് മാഡിസൺ കൺട്രി മറ്റേ റഷീദ ഷംസു പറഞ്ഞു. സ്പെല്ലിംഗ് ക്ഷമിച്ചിരിക്കുന്നു. മരിയ തെരേസ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി പറഞ്ഞു. ബ്രീസ നിഷാദ് ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി പറഞ്ഞു. ഓക്കെ, സിനിമയുടെ കഥ മുഴുവൻ പറഞ്ഞു. സ്പോയിലർ. ഓക്കെ, സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ 1995 ഇറങ്ങിയ മൂവിയാണ്. കഥ മുഴുവൻ പറഞ്ഞാലും ഇതിൽ പ്രത്യേകിച്ച് വേറെ ട്വിസ്റ്റും ഒന്നും വരുന്നില്ല. കഥ പറഞ്ഞാലും ഒന്നും കൂടെ കണ്ടാലും നിങ്ങൾക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നും. ഭയങ്കര രസമുള്ളൊരു മൂവിയാണ്. പറ്റുമെങ്കിൽ കണ്ടു നോക്കുക. അടുത്ത മൂവി പറയട്ടെ. അടുത്തത് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നാലോ? പോരട്ടെ, ഇന്ത്യയിലേക്ക് പോരട്ടെ. ഇന്ത്യയിൽ ബോളിവുഡ് വേണോ മോളിവുഡ് വേണോ? മലയാളം മൂവി പറയണോ ഹിന്ദി മൂവി പറയണോ? മലയാളത്തിലേക്ക് കടന്നാലോ? എന്നാ ഒരെണ്ണം. മലയാളം കാണാത്ത ഞാൻ വയസ്സാകുമ്പോ കാണാൻ വെച്ചതാ. വയസ്സായി കണ്ടോ? പവിത്ര ഉണ്ണി എല്ലാം കഴിഞ്ഞു പോരെ. അപ്പോൾ അടുത്തതൊരു മലയാളം മൂവിയാണ്. മലയാളം മൂവിയില് 2000 ഇറങ്ങിയ മൂവിയാണ്, 2000 ഇറങ്ങിയ മൂവിയാണ്. ഇതില് 2 നായകന്മാരും ഹോളിവുഡ് മോദി. ഇവിടെ നിന്നാണ് പോയിന്റാണ് കിട്ടുന്നത്. മലയാളം മതി, മലയാളം ഉണ്ട്, ഹിന്ദി വേണം. ഈശ്വര, മലയാളത്തിലൊരു ചോദ്യം ചോദിക്കട്ടെ, എന്നിട്ട് ഹിന്ദിയിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത് 2000 ഇറങ്ങിയ ഒരു മലയാളം മൂവിയാണ്. 2000 ഇറങ്ങിയ മലയാളം മൂവിയാണ്. 2 നായകന്മാര് 2 നായികമാരും ഉണ്ട്. അതില് 2 നായകന്മാർക്കും ഒരു നായികയെ വേണം, 2 നായികമാർക്കും ഒരു നായകനെ വേണം. ഫുൾ കൺഫ്യൂഷൻ ആയിട്ടുള്ള മൂവിയാണ്. കൺഫ്യൂഷൻ തീർക്കണമേ, അങ്ങനത്തെ ഒരു മൂവിയാണ്. ഈ മൂവിയില് പിന്നെ പറയാനുള്ളത് ഒരു കോമഡി ആക്ഷൻ ജോണറിൽ പെട്ടിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിൽ ശത്രു എന്നു പേരുള്ള ഒരു കഥാപാത്രമുണ്ട്. ശത്രു കൺഫ്യൂഷൻ. ഹരികൃഷ്ണൻ ശത്രു 2000 ഇറങ്ങിയത്. 2 നായികമാർക്ക് ഒരു നായകൻ, 2 നായകന്മാർക്ക് ഒരു നായിക. 2 നായകൻ 2 നായിക. 2 നായകന്മാർക്കും ഒരു നായികയോടാണ് ഇഷ്ടം. 2 നായികമാർക്കും ഒരു നായകനോടാണ് ഇഷ്ടം. ഉത്തരങ്ങൾ വരുന്നുണ്ട്. തെങ്കാശിപ്പട്ടണം മരിയ തെരേസ, അനിത ജയപ്രകാശ് തെങ്കാശിപ്പട്ടണം. അതിലവിടെ 2 നായിക ഹരികൃഷ്ണൻസിൽ. അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ശ്രീഹരി തെങ്കാശിപ്പട്ടണം, സലീന സൈഫ് തെങ്കാശിപ്പട്ടണം, റഷീദ ഷംസു തെങ്കാശിപ്പട്ടണം, എസ് പവിത്ര ഉണ്ണി തെങ്കാശിപ്പട്ടണം, സുബി ബാബു തെങ്കാശിപ്പട്ടണം, റീസ നിഷാദ്. ഹരികൃഷ്ണൻസ് അല്ല, അതിൽ 2 നായികമാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 2 നായകന്മാര് ഒരു നായികയ്ക്ക് വേണ്ടി തല്ലുവിടുന്നു,
2 നായികമാരും ഒരു നായകന് വേണ്ടി തല്ലുകൊടുന്നു. ബോധം പോയെന്നേ. തെങ്കാശി പട്ടണം ഇപ്പൊ മരിയ തെരേസ, സെഹല യാസർ ആദ്യ ഹരികൃഷ്ണ പറഞ്ഞത് തെറ്റാണ്. അനിത ജയപ്രകാശൻ. അപ്പൊ മരിയ തെരേസ ഇതുവരെ പോയിന്റ് കിട്ടിയിട്ടില്ലേ? ഉണ്ടല്ലോ, 4ാമത്തെ പോയിന്റ് കിട്ടിയിരിക്കുകയാണ് മരിയ തെരേസയ്ക്ക്. അനിത ജയപ്രകാശൻ ആദ്യമായിട്ട് നമ്മുടെ സ്കോർ ബോർഡിൽ കയറി. ഷാലറ്റ് തോമസിനും ഒരു പോയിന്റ് കിട്ടി. ഇപ്പൊ 4 പോയിന്റ് ആയിരിക്കുകയാണ്. ശ്രീഹരി തെങ്കാശപ്പട്ടണം പറഞ്ഞു. അപ്പൊ അനിത ജയപ്രകാശ്, മരിയ തെരേസ, അതേപോലെ മരിയ തെരേസ, അനിത ജയപ്രകാശൻ, അത് കഴിഞ്ഞിട്ട് ശ്രീഹരി. ഇവർക്ക് 3 പേർക്കുമാണ് ഓരോ പോയിന്റുകൾ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് സെലീന സൈഫ് തെങ്കാശിപ്പട്ടണം പറഞ്ഞിട്ടുണ്ട്. റഷീദ ഷംസു തെങ്കാശിപ്പട്ടണം പറഞ്ഞിട്ടുണ്ട്. പവിത്ര ഉണ്ണി തെങ്കാശിപ്പട്ടണം പറഞ്ഞു. സുബി തെങ്കാശിപ്പട്ടണം പറഞ്ഞു. പിന്നെ കുറേ പേര് ഹരികൃഷ്ണൻസ് ഒക്കെ പറഞ്ഞു. സെഹല യാസർ തെങ്കാശിപ്പട്ടണം പറഞ്ഞു. കടുത്ത പോരാട്ടമാണ്. എനിക്ക് പോയിന്റ് കിട്ടിയില്ല. ബ്രീസ നിഷാദ് തെങ്കാശിപ്പട്ടണം പറഞ്ഞു. സലീന സൈഫിന്റെ 3ാമത്തെ ആളുടെ കഴിഞ്ഞിട്ടാണ്, ശ്രീഹരിയുടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് തെങ്കാശിപ്പട്ടണം എന്ന് കണ്ടത്. അപ്പോ അതുകൊണ്ടാണ് തരാഞ്ഞത് കേട്ടോ സലീന സൈഫ്. ഇപ്പൊ ഒരുപാട് പേർക്ക് 4 പോയിന്റുകൾ വീതം ആയിട്ടുണ്ട്. നമ്മുടെ സമയം കഴിയാറായി. ലാസ്റ്റ് മൂവിയാണ്. ലാസ്റ്റ് മൂവിയിലേക്ക് കടക്കട്ടെ. അവസാനത്തെ പടം ഒരു എളുപ്പമുള്ളൊരു പടം തരാം. 2ാമത് ഉത്തരം പറഞ്ഞത് ഞാനാണ്. ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കല്ലേ, വേഗം ഉത്തരം പറയൂ. ഉത്തരം തെങ്കാശിപ്പട്ടണം. 2ാമത് ഉത്തരം പറഞ്ഞത് ഞാനാണോ? ഫായിസിന്റെ എനിക്ക് വന്നിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. ഈ പറയുന്ന പോലെ എനിക്ക് വരുന്നതനുസരിച്ചിട്ടാണ് ഞാൻ ഇടുന്നതേ, മാർക്ക് ഇടുന്നത്. അതാണ് കാര്യം. ഫൈസ് എനിക്കിപ്പോൾ വന്നിട്ടില്ല കേട്ടോ, ഉത്തരം വന്നിട്ടില്ല. അപ്പം അടുത്തത് വളരെ എളുപ്പമുള്ള ഒരു മലയാളം പടത്തോടു കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരു മലയാളം പടത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1 മണി ആവാറായി. 3 മിനിറ്റും കൂടെ ഉള്ളൂ. നമ്മളപ്പോൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 2014 ഇറങ്ങിയ മലയാളം ചലച്ചിത്രമാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ ആയിരുന്നു. 2014 ഇറങ്ങിയ ഒരു മലയാളം ചലച്ചിത്രം. ഇതൊരു മിസ്റ്ററി ത്രില്ലറാണ്. പിന്നെ നായകൻ വില്ലനാണെന്ന് ഏറ്റവും ലാസ്റ്റേ നമുക്ക് മനസ്സിലാവുള്ളൂ. ക്ലൈമാക്സിലേ നമുക്കത് മനസ്സിലാവുള്ളൂ നായകൻ വില്ലനാണ് എന്നുള്ള കാര്യം. ഓക്കെ, നായകൻ വില്ലനാണെന്ന് നമുക്ക് ഏറ്റവും അവസാനം മനസ്സിലാവുള്ളൂ. എൻ്റെ കമന്റ് വന്ന് ഉത്തരം വന്നില്ല. അപാരം. അതാ ഞാനും ആലോചിക്കുന്നത്. ഫൈസേ, കമന്റ് വന്നു പക്ഷെ ഉത്തരം വന്നിട്ടില്ല. എൻ്റെ നെറ്റിന്റെ പ്രശ്നമാവാം, താങ്കളുടെ നെറ്റിന്റെ പ്രശ്നമാവാം. ബ്രിഡ്ജസ് മാഡിസൺ കൗണ്ടിക്കാൻ പോണം. അത് കഴിഞ്ഞിട്ട് ചോദിച്ചതാണ്. അപ്പൊ ചോദ്യം ഒക്കെ മനസ്സിലായോ? മിസ്റ്ററി ത്രില്ലറാണ്. 2014 മലയാളം പടമാണ്. നായകൻ വില്ലനാണെന്ന് അവസാനമാണ് മനസ്സിലാവുക. മുന്നറിയിപ്പ് നല്ലൊരു ഉത്തരമായിരുന്നു, പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. ജയശ്രീ ജോൺ. അടുത്ത ഇതാണ്, ക്ലൂ ആണ്. ടോവിനോ, വിനയ് ഫോർട്ട് എന്നിവർ ഈ ചിത്രത്തിലുണ്ട്, പക്ഷെ ഇവരാരും അല്ല നായകൻ. മരിയ, അനിത, ശ്രീഹരി എന്നിവർക്ക് ശേഷമാണ് ഫായിസിന്റെ ഉത്തരം വന്നത്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ.
ടോവിനോ, വിനയ് ഫോർട്ട് എന്നിവർ ഈ ചിത്രത്തിലുണ്ട്. പക്ഷേ ഇവരൊന്നും അല്ല നായകൻ. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. 7th ഡേ ആണ് ഉത്തരം. 7th ഡേ ആണ് ഉത്തരം. അപ്പോൾ 7th ഡേ ആദ്യം പറഞ്ഞത് മുന്നറിയിപ്പ്, സപ്തമശ്രീ, തസ്കര. 7th ഡേ ആദ്യം പറഞ്ഞത് സുബി ബാബു ആണ്. സുബി ബാബു അങ്ങനെ സ്കോർ ബോർഡിൽ കയറിയിരിക്കുകയാണ്. ഒരുപാട് പേര് ഇപ്രാവശ്യം സ്കോർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്കോർ ബോർഡിൽ കയറിയവരുണ്ട്. ജയശ്രീ ജോൺ മുന്നറിയിപ്പ് പറഞ്ഞു, അത് ശരിയല്ല. ഷാലറ്റ് തോമസ് 7th ഡേ പറഞ്ഞു. ഷാലറ്റിന് ഷാലറ്റിന്റെ 7th ഡേ ശരിയാണ്. ഫായിസ് ഇതിനു മുമ്പ് കയറിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഫായിസും 7th ഡേ പറഞ്ഞു. അപ്പൊ ഒരു പോയിന്റ് ഫായിസിനുണ്ട്. അപ്പോൾ സുബി ബാബു, ഷാലറ്റ്, ഫായിസ് എന്നിവർ സ്കോർ ബോർഡിൽ കയറിയിട്ടുണ്ട്. 7th ഡേക്ക് ഓരോ പോയിന്റുകൾ വീതം അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ റഷീദ ഷംസു കുറേ ഉത്തരങ്ങൾ പറഞ്ഞു. പക്ഷെ റഷീദക്ക് ആകെ ഇതുവരെ ഒരു പോയിന്റേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ മരിയ തെരേസ 7th ഡേ പറഞ്ഞു. ബ്രീസ നിഷാദ് 7th ഡേ പറഞ്ഞു. സലീന സൈഫ് 7th ഡേ പറഞ്ഞു. ബോഗംവില്ല സതീഷ് പറയുന്നുണ്ട്. പക്ഷെ 2014 ഇറങ്ങിയ ചിത്രം എന്ന് ഞാൻ പറഞ്ഞല്ലോ. 2014 ഇറങ്ങിയ മലയാള ചലച്ചിത്രമാണ്. ശരിയാണ്. ഞാനും ജയശ്രീ പറഞ്ഞ ഉത്തരം ശരിയാണ്. പക്ഷെ ചോദ്യം തെറ്റായി പോയി. അതെനിക്കിഷ്ടായി. ചോദ്യം തെറ്റിപ്പോയി അല്ലേ? നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റായിരുന്നു. ചോദ്യം തെറ്റിപ്പോയി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇത് ഇനിയും 1-2 ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഭയങ്കര രസമായിട്ട് തന്നെ എല്ലാവരും ശബ്ദം. ഒരു മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് ഓൺ ചെയ്യാം പ്ലീസ്. ഓക്കെ. ജിഷു ഇവിടെ ബോറടിച്ച് എൻ്റെ മൈക്ക് സ്പീക്കറൊക്കെ എടുത്തുകൊണ്ട് കളിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രൈസ് ഷാലറ്റ് തോമസിനാണ് കേട്ടോ. വൈശാഖിന് ഇടയ്ക്കൊന്ന് പൊക്കി വിട്ടപ്പോൾ വൈശാഖ് അതേപോലെ ഡ്രോപ്പ് ആയി. നോക്കൂ, ഷാലറ്റ് തോമസിന് 5 പോയിന്റുകളോടുകൂടി ഷാലറ്റ് തോമസ് 5 പോയിന്റുകളോടുകൂടി 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 4 പോയിന്റുകളോടുകൂടി ബ്രീസ നിഷാദ്, മരിയ തെരേസ, വൈശാഖ് ജെയിൻ എന്നിവര് 2ാം സ്ഥാനത്തുണ്ട്. ജയശ്രീ ജോണും 2ാം സ്ഥാനത്തുണ്ട് 4 പോയിന്റുകളോട് വീതം. അപ്പൊ ഷാലറ്റ് തോമസ് 5 പോയിന്റ്. ഹൗ ജീവിതം ധന്യ ഹോഗയ. ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയാലും ഒരു പോയിന്റ് നേടി പോയിന്റ് പട്ടികയിൽ ഇടം പിടിച്ചു. നല്ലൊരു അനുഭവം. താങ്ക് യു. അപ്പൊ ഷാലറ്റ് തോമസിന് 5 പോയിന്റ്, ബ്രീസ നിഷാദ്, ജയശ്രീ, മരിയ തെരേസ വൈശാഖ് എന്നിവർക്ക് 4 പോയിന്റുകൾ വീതം 2ാമത്തെ നിലയിലാണ്. പവിത്ര ഉണ്ണിക്ക് 3 പോയിന്റ്. അതേപോലെ ശ്രീഹരിക്ക് 2 പോയിന്റ്. പിന്നെ ഓരോ പോയിന്റുകൾ വീതം നേടിയവര് സുരേഷ്, റഷീദ, വിഷ്ണു കഥ പറയുമ്പോൾ. സെഹലയ്ക്ക് 2 പോയിന്റ് ഉണ്ട് കേട്ടോ. സെഹലയ്ക്ക് 2 പോയിന്റ് ഉണ്ട്. സുരേഷ്, റഷീദ, വിഷ്ണു കഥ പറയുമ്പോൾ, കൃഷ്ണ മുല്ലപ്പള്ളി, സായന്ത് സാരംഗ്, ബിനോ മാത്യു, സുബി ബാബു, ഫായിസ്, അനിത ജയപ്രകാശ് ഇത്രയും പേർക്ക് ഓരോ പോയിന്റുകൾ വീതം തന്നിട്ടുണ്ട്. 2ാം സ്ഥാനം തീരുമാനിക്കാൻ ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ ചോദിക്കൂ. 2ാം സ്ഥാനം തീരുമാനിക്കാനോ? 2ാം സ്ഥാനം 4 പേർക്കുണ്ട്. 4 പോയിന്റോടുകൂടി 4 പേർക്കുണ്ട്. 2ാം സ്ഥാനത്തിന് ടൈ ബ്രേക്കർ വേണോ? എനിക്ക് വയ്യ. ജയശ്രീക്ക് ഇപ്പൊ 2ാം സ്ഥാനം കിട്ടണം, അതാണ് കേസ്. അല്ലെങ്കിൽ 3ാം സ്ഥാനം ആയാൽ പിന്നെ 3ാം സ്ഥാനത്തിന് ടൈ ബ്രേക്കർ ചോദിക്കേണ്ടി വരില്ലേ? അവിടെ നമ്മുടെ പവിത്ര ഉണ്ണിയുണ്ട് 3ാം സ്ഥാനത്ത്. നെറ്റ് പോയി, കട്ടായി പോയി ലൈവ്. ഇപ്പൊ വീണ്ടും വന്നു സായന്ത് സാരംഗ്. ഓക്കെ, അപ്പൊ സായന്തിന് 1 പോയിന്റാണ് ഉള്ളത് കേട്ടോ. പക്ഷെ എല്ലാവരും സ്കോർ ബോർഡിൽ കയറിയവര്, പങ്കെടുത്തവര് എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും ഹാപ്പി, എന്താ പറയാ, ജോഷായിട്ട് തന്നെ നിന്നു. അതുകൊണ്ട് തന്നെ വളരെ രസകരമായ എല്ലാ പ്രാവശ്യവും ഒരേ കമന്റ് ഇടുന്ന നിങ്ങൾക്ക് ബോർ അടിക്കുന്നില്ലെങ്കിലും കാണുന്ന ഞങ്ങൾക്ക് മഹാബോറാണ്. ഓക്കെ, ക്വിസ് മാസ്റ്റർക്ക് 10 പോയിന്റോ? 10 പോയിന്റ് ഉണ്ടോ എനിക്ക്? താങ്ക് യു.
അപ്പോൾ എല്ലാവർക്കും നന്ദി. ടൈ ബ്രേക്കർ വേണോ ജയശ്രീ? ടൈ ബ്രേക്കർ വേണമെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് പോവാം. ടൈ ബ്രേക്കർ വേണോ? ഒരു ബോളിവുഡ് ചോദ്യം ചോദിക്കട്ടെ ടൈ ബ്രേക്കർ ആയിട്ട്. ജയശ്രീ, ബ്രീസ, മരിയ, വൈശാഖ്, ജയ് എന്നിവർക്കായി ഒരു ടൈ ബ്രേക്കർ ചോദ്യം. പോയോ എല്ലാവരും? പോയിട്ടില്ലെങ്കിൽ ഒരു ടൈ ബ്രേക്കർ ചോദ്യം കൂടിയുണ്ട്. ഒരു ബോളിവുഡ് മൂവിയാണ്, അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. താങ്ക് യു. അപ്പോൾ 2ാം സ്ഥാനം കിട്ടിയ ബ്രീസ നിഷാദ്, ജയശ്രീ, മരിയ തെരേസ, അതേപോലെ വൈശാഖ് എന്നിവർക്കായി ഒരു ടൈ ബ്രേക്കർ ചോദ്യം ചോദിക്കട്ടെ ബ്രീസ? ഓക്കെ, ഒരു ടൈ ബ്രേക്കർ ചോദ്യം. അപ്പൊ അതിതാണ്, 2013 ഇറങ്ങിയ ഒരു ഹിന്ദി മൂവിയാണ്. ബോളിവുഡ് പോകാൻ നിൽക്കുകയെന്ന് വേഗം ചോദിക്കുന്നത്. 2013 ഇറങ്ങിയ ഒരു ഹിന്ദി മൂവിയാണ്, ബോളിവുഡാണ്. സാജൻ ഫെർണാണ്ടസ് ഇല എന്നാണ് നായകന്റെയും നായികയുടെയും പേര്. സാജൻ ഫെർണാണ്ടസ് ഇല എന്നതാണ് നായകന്റെയും നായികയുടെയും പേര്. വേണ്ട, എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന്. ഇതൊന്ന് പറയാൻ പറ്റുമോ നോക്കൂ. പറ്റുകയാണെങ്കിൽ നമുക്ക് നോക്കാലോ, അത്രേ ഉള്ളൂ. സാജൻ ഫെർണാണ്ടസ് ഇല എന്നാണ് നായകന്റെയും നായികയുടെയും പേര്. മുംബൈയിലെ ഡബ്ബാവാലകളുടെ കഥയാണിത്. മുംബൈയില് ഈ ഡബ്ബ കൊണ്ടുപോകുമല്ലോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ പൊതി, ഭക്ഷണത്തിന്റെ ടിഫിൻ ബോക്സ് ഉണ്ടല്ലോ, അത് എല്ലാവർക്കും കൊണ്ടു കൊടുക്കലാണ് ഈ ഡബ്ബാവാലകളുടെ പണി. അപ്പൊ ഈ ഡബ്ബാവാല പവിത്ര ഉണ്ണി മിണ്ടാണ്ടിരിക്കുക, ഇവരാരെങ്കിലും ഒന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഡബ്ബാവാലകളുടെ കഥയാണിത്. യെസ്. ഉത്തരങ്ങൾ വരുന്നു. അപ്പൊ വൈശാഖ് ജയ് ആണ് എന്റെ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ശ്രീഹരി, ജയശ്രീ ജോൺ, മരിയ തെരേസയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലഞ്ച് ബോക്സ് ആണ് മൂവി. മുംബൈയിലെ ഡബ്ബാവാലകളുടെ കഥയാണ്. വൈശാഖ് ജയ് ആണ് നമ്മുടെ ഇതിലാദ്യം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഞാൻ വൈശാഖിന് 2ാം സ്ഥാനം കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രൈസ് ഷാല തോമസ്, സെക്കൻഡ് പ്രൈസ് വൈശാഖ്. പിന്നെ ലഞ്ച് ബോക്സ് എന്നൊരു മൂവി ഉണ്ട്. വിശന്ന് തുടങ്ങി മോന്, അതാണ് ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ തരണമോ എന്ന് ആലോചിച്ചിട്ടില്ല, അപ്പോഴാണ് ടീമായത്. അപ്പൊ എന്തായാലും ലഞ്ച് ബോക്സ് ഞാൻ കണ്ട ഫിലിമാണ്. തൽക്കാലം ഞങ്ങൾ എല്ലാവരും 2ാം സ്ഥാനക്കാരെ പ്രഖ്യാപിക്കണോ? വൈശാഖ് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരെയും 2ാം സ്ഥാനക്കാരായി പ്രഖ്യാപിക്കാം. 5 പോയിന്റ് ആയതുകൊണ്ട് ഇനി 1ാം സ്ഥാനത്തിന്റെ ടൈ ബ്രേക്കർ ആയാലോ. എന്റെ വൈശാഖേ, ഇതിങ്ങനെ നീളും, ഇത് അവസാനിക്കില്ല, ഇത് ഇന്നൊന്നും അവസാനിക്കില്ല, ഇതൊന്നും അവസാനിക്കില്ല. വേണ്ട. അപ്പൊ എന്തായാലും ഞങ്ങൾക്കൊക്കെ വിശന്നു തുടങ്ങി, എല്ലാവർക്കും വിശക്കുന്നു എന്ന് വിചാരിക്കണു. അതെ, പവിത്രയ്ക്ക് പോയിട്ട് വേണം ലഞ്ച് ഉണ്ടാക്കാൻ. ഇങ്ങനെ കുറെ പേര്, പല നാടുകളിൽ നിന്നുള്ള ഒരുപാട് പേരുകളുണ്ട്. ഇവിടെ ഇന്ത്യയിലുള്ളവർക്ക് മാത്രമേ വിശപ്പായി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും മുതലാളി ഒരു ഇനി ലഞ്ച് ബ്രേക്ക്, അതന്നെ ടൈ ബ്രേക്ക് കഴിഞ്ഞു. ലഞ്ച് ബോക്സുമായി നമ്മൾ ലഞ്ച് ബ്രേക്കിലേക്ക് കടക്കുകയാണ്. അപ്പൊ ലഞ്ച് ബോക്സിന് വളരെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ആശംസകൾ. അപ്പൊ എല്ലാവർക്കും എല്ലാവരും അടിപൊളി, നന്നായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അടിപൊളിയായിട്ട് മെയ് മാസം അങ്ങനെ എല്ലാവർക്കും നല്ലൊരു മെയ് മാസം ആയിട്ടെ, നല്ലൊരു ഹോളിഡേയ്സ് ആവട്ടെ. വെക്കേഷനൊക്കെ അതേ കഴിയുന്നു. ജൂൺ ആകുമ്പോഴേക്കും സ്കൂൾ തുറക്കാറായി. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വെക്കേഷൻ ഹോളിഡേയ്സ് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ബൈ ഫ്രോം ഷിജു ആൻഡ് ജിഷു. ബൈ. നല്ല ലൈഫ് ഷിജു ജോബു. താങ്ക് യു. ബൈ. ഹാവ് എ നൈസ് ഡേ. യെസ് സതീഷ്. ബൈ. താങ്ക്സ് ഫോർ എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ബ്രിസ നിഷാദ്. ബൈ. Thanks for a fun-filled live session. Thank you, Pavitra. Thank you so much.